ഹലോ എവരിവൺ. എഴുതാപ്പുറത്തിന്റെ ഫാന്റസി പാർട്ട് 3യിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മള് കുറച്ചധികം സംസാരിച്ചു ഫാന്റസിയെ കുറിച്ച്, എന്നാലും തീർന്നിട്ടില്ല. അതുകൊണ്ട് കണ്ടിന്യൂ ചെയ്യാൻ പോണ അനൂപ് കുറെ ദിവസമായി ഈ പുസ്തകം പിറകിൽ അടുക്കി വെച്ചിട്ടിരിക്കുന്നു. അപ്പൊ അനൂപിന് എന്നെ കൊടുത്തേക്കാം. ഓക്കെ. അപ്പൊ ഫാന്റസി എന്ന് പറയുമ്പോൾ എന്റെ മനസ്സിൽ ആദ്യം വരുന്നത് ജോർജ് ആർ ആർ മാർട്ടിന്റെ സോങ് ഓഫ് ഐസ് ആൻഡ് ഫയർ എന്ന് പറഞ്ഞു ഒരു സീരീസ് ഓഫ് ബുക്സ്. അത് എല്ലാവർക്കും അറിയാവുന്ന, അതായത് ഗെയിം ഓഫ് ത്രോൺസ് എന്ന പേരിലാണ്. ആക്ച്വലി ഗെയിം ഓഫ് ത്രോൺസ് ആ ഫസ്റ്റ് ബുക്കിന്റെ സീരീസിലെ ഫസ്റ്റ് ബുക്കിന്റെ പേരാണ്. സീരീസ്, സോറി, TV സീരീസ് അല്ലെങ്കിൽ HBO ആ സീരീസിന്റെ പേരാണ് ഗെയിം ഓഫ് ത്രോൺസ്. സോ എനിവേ, അത് തുടങ്ങുന്നതിന് മുന്നേ ഐ കൺസിഡർ J.R.R. Tolkien and G.R.R. Martin as two milestones in fantasy literature. അപ്പം ടോൾക്കിൻ വായിച്ചിട്ടുള്ളവർക്ക് അറിയാം, ഇറ്റ്സ് നോട്ട് എൻറ്റയർലി ചിൽഡ്രൻസ് ബുക്ക്. അതിനകത്ത് കുറച്ച് വയലൻസ് ഉണ്ട്. ലൈക്ക് ദർ ആർ സർട്ടൺ പ്ലേസസ് വെയർ ഈ നായകന്മാരുടെ കുതിരയെ ഒക്കെ ഗോബ്ലൻസ് പിടിച്ച് തിന്നുന്നുണ്ട്, ചെന്നായ്ക്കളുടെ ആക്രമണമുണ്ട്, ആൾക്കാർ മരിക്കുന്നുണ്ട്. ഇറ്റ്സ് എ ഡേഞ്ചർ ഫിൽഡ് വേൾഡ്. ഇറ്റ്സ് എ ക്രീപ്പി വേൾഡ്. ഫിലിം കാണുമ്പോഴും നമുക്ക് ഓക്സിനൊക്കെ കാണുമ്പോഴും I think we should, put Lord of the Rings aside. ഓക്കെ ഓക്കെ We have a lot to discuss about it. Let us talk about. സോ ആക്ച്വലി ഞാനതൊരു ഇൻട്രോ കൊടുത്തതാണ്. ബിക്കോസ് വൈ തിങ് ഈസ് 1937 സ്നോ വൈറ്റ് ഇറങ്ങുന്നത് ഡിസ്നിയുടെ. സോ ഇറ്റ് വാസ് എ വമ്പൻ ഹിറ്റ്. കാരണം സ്നോ വൈറ്റ് എന്നുള്ള ഒരു സ്റ്റോറി അത് ബിഗ് സ്ക്രീനിൽ വരുന്നു. ആൻഡ് ഇറ്റ്സ് എ ആനിമേറ്റഡ് ഫിലിം. ആനിമേഷൻ മുമ്പ് പടങ്ങൾ ഇറങ്ങിയിട്ടുണ്ട്, ബട്ട് നത്തിങ് ഓഫ് ദിസ് സ്കെയിൽ. ഡിസ്നിയുടെ ഇറ്റ് വാസ് റെവല്യൂഷണറി. പക്ഷെ അവർ വന്നപ്പം എന്താ ചെയ്തതെന്ന് വെച്ചാൽ ദേ സാനിറ്റൈസ്ഡ് ലോട്ട് ഓഫ് ദിസ് ഒറിജിനൽ ഗ്രിം സ്റ്റോറി. ഗ്രിം തന്നെ സാനിറ്റൈസ് ചെയ്തിട്ടാണ് അവർ ഇറക്കിയത്. പിന്നെയും ഡിസ്നി സാനിറ്റൈസ് ചെയ്തു. ആക്ച്വലി അതിനിപ്പോ പറയുന്ന പേര് ഡിസ്നിഫിക്കേഷൻ എന്നാണ്. കംപ്ലീറ്റ്ലി മേഡ് ഇറ്റ് ഫോർ ചിൽഡ്രൻ. ടോൾക്കീൻ ഈ സംഭവത്തിനോട് ഭയങ്കര വിയോജിപ്പായിരുന്നു. ഈ സ്നോ വൈറ്റ് ഇറങ്ങിയ സമയത്ത് തന്നെയാണ് ദ ഹോബിറ്റും ഇറങ്ങിയത്. പുള്ളിയും സി.എസ്. ലൂയിസ് ആലിസ് വണ്ടർലാൻഡ് എഴുതിയ ആളല്ലേ? ലയൺ വിച്ച് ആൻഡ് ദ വാർഡ്രോബ്. വാർഡ്രോബ്. നാനിയ. പുള്ളി നാർണിയ. ഫ്രം അവരുടെ ഫ്രണ്ട്, അവർ രണ്ടുപേരും ഫ്രണ്ട്സ് ആണ്. അവർ ഈ പടം കണ്ട് പുള്ളിയുടെ ടോൾക്കിന്റെ ഒരു കത്തിൽ പുള്ളി കൊടുത്തേക്കുന്നതാണ്, ഹി ഹേറ്റ്സ് ദിസ് പ്രോസസ് ഓഫ് ഡിസ്നിഫിക്കേഷൻ. ഒരിക്കലും ഡിസ്നി എന്റെ വർക്ക്സ് അഡാപ്റ്റ് ചെയ്യരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. ദ തിങ് ഈസ്, ഡിസ്നിഫിക്കേഷൻ വന്നതോടെ മിത്തിന്റെ ഒരു ഒരു എന്താ പറയാ ഡെപ്ത് മിസ്സിംഗ് ആയിരുന്നു. ഇപ്പൊ ഡ്വാർഫ്സ് എന്ന് പറയുമ്പോൾ ദേ ആർ എക്സ്പെർട്ട് ക്രാഫ്റ്റ്മാൻഷിപ്പ്, യുനോ, അവർ അധ്വാനിക്കുന്ന ആൾക്കാരാണ്. ലൈക്ക് ദേ ആർ ടാലന്റഡ് പീപ്പിൾ. പക്ഷെ ഇതിനകത്ത് ജസ്റ്റ് മൈനേഴ്സ് ആക്കി അവര്. ആൻഡ് ഇതിനകത്ത് നമ്മുടെ വില്ലൻ ഉണ്ടല്ലോ, സ്നോ വൈറ്റിന്റെ സ്റ്റെപ്പ് മദർ, ആൻഡ് ഷീ ഗെറ്റ്സ് നോ റെട്രിബ്യൂഷൻ, അല്ലേ? അതിനകത്ത് പിന്നെ വില്ലനെ കുറിച്ച് സംസാരിക്കുന്നേ ഇല്ലല്ലോ. സ്നോ വൈറ്റിന് മുമ്പ് എടുത്തു, രാജകുമാരൻ കൊണ്ടുവന്നു, ഇല്ല, അവിടെ വെച്ച് അങ്ങ് എത്തിയിട്ടുണ്ട്. സോ ഓൾ ദാറ്റ്, ദർ ഇസ് നോ പണിഷ്മെന്റ് ഫോർ ദ ഈവിൾ. ദർ ഇസ് സേഫ്റ്റി വിത്തൗട്ട് സാക്രിഫൈസ്. ദാറ്റ്സ് ദ ടേം ദേ യൂസ്. അങ്ങനെ ഒരുപാട് കുഴപ്പങ്ങളുണ്ടായി. ബേസിക്കലി മിത്തിനെ അങ്ങ് ജസ്റ്റ് ഒരു അത് ചുരുക്കിയെടുത്തു. അതാണ് ഉണ്ടായത്. ഈ ഒരു പ്രോസസ്സ് പിന്നീടുള്ള ഫാന്റസി ജോൺറിലെല്ലാം നമുക്ക് കാണാൻ കഴിയും. പലപ്പോഴും സിനിമകൾ ഫാന്റസി എന്ന് പറയുന്ന സംഭവം ജോൺർ തന്നെ കുട്ടികൾക്കായിട്ടുള്ള ജോൺറായിട്ട് മാറി. ഈ സംഭവത്തിൽ ചേഞ്ച് കൊണ്ടുവന്നത് J.R.R. മാർട്ടിനാണ്. സോങ് ഓഫ് ഐസ് ആൻഡ് ഫയർ. പുള്ളിയുടെ ഒരുപാട് ഇന്റർവ്യൂസിൽ പുള്ളി പറയുന്നുണ്ട്, ഈ ഡിസ്നിഫിക്കേഷൻ എന്ന് പറഞ്ഞ സംഭവം ഫാന്റസിയിൽ, അത് പുള്ളിക്ക് എടുത്ത് കളയണമെന്ന് ഭയങ്കര ആഗ്രഹമാണ്. അപ്പൊ ബേസിക്കലി നമ്മൾ കാണാം, നമുക്ക് ഈ ഫാന്റസിയിലൊക്കെ യുദ്ധം നമ്മൾ കാണുമല്ലോ. അപ്പം ഫാന്റസി എന്ന് പറയുമ്പോൾ യുദ്ധമുള്ള ഫാന്റസീസ് എന്ന് പറയുമ്പോൾ പ്രിൻസ് വാലിയന്റ്, അതൊരു കോമിക് സ്ട്രിപ്പാണ്. അതിന്റെ കാർട്ടൂൺ ഒക്കെ ഉണ്ട്. നോവലൈസേഷൻ ഉണ്ടോ എന്ന് എനിക്ക് അറിയില്ല, കാണുമായിരിക്കും. അതിൽ ഒക്കെ യുദ്ധമുണ്ട്. പക്ഷെ ഈ യുദ്ധത്തിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ നടക്കുന്ന വയലൻസിനെ കുറിച്ചൊന്നും ആർക്കും തിട്ടമില്ല, എസ്പെഷ്യലി ഓൺ സിവിലിയൻസ്.
അപ്പം മാർട്ടിന്റെ ബുക്സിലെല്ലാം വാർ എടുക്കുന്ന ടോള് ഭയങ്കരമാണ് ഓൺ പുവർ പീപ്പിൾ. ബേസിക്കലി ഒരു കൂട്ടം സോൾജിയേഴ്സ് ഇപ്പൊ നമ്മുടെ വേൾഡ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. എനി പ്ലേസ് which is occupied by an army, even those army, if you consider them good, right? Like Indian Army, It gets Kashmir, sacked. women get raped, children will be traumatized. They will sack, they will exploit. അതൊരു ഹ്യൂമൻ നേച്ചർ ആണ്. നമുക്ക് ഇഫ് യു ഗിവ് എ പേഴ്സൺ പവർ ഓവർ അനദർ പേഴ്സൺ, ഇറ്റ്സ് ബൗണ്ട് ടു ദിസ് ഇസ് ബൗണ്ട് ടു ഹാപ്പൻ. അപ്പൊ ആ സംഭവമൊക്കെ നന്നായി കൊടുത്തിട്ടുണ്ട്. ആൻഡ് അതിനകത്ത് നമ്മൾ ഒരു കാര്യം പഠിച്ചിട്ടുള്ള, നമ്മൾ ഈ മൂവീസിൽ കൂടെ ഒരു പഠിച്ചിട്ടുള്ള കാര്യമാണ് വൈറ്റ് നൈറ്റ് എന്ന് പറയുന്ന നൈറ്റ്സ്. അവർക്കൊരു കോഡ് ഓഫ് ഷിവാൽഡറി ഉണ്ടല്ലോ. എന്നുവെച്ചാൽ പെണ്ണുങ്ങൾ ഒരു തൂവാല താഴോട്ട് ഇടുമ്പോൾ, നൊബിലിറ്റി ഉള്ള പെണ്ണുങ്ങൾ, പ്രിൻസസ് ഒക്കെ തൂവാല താഴോട്ട് ഇടുമ്പോൾ നൈറ്റ് പോയത് എടുത്ത് കൊടുക്കും. ആൻഡ് ദ റെസ്പെക്ട് വുമൻ. ഈ റെസ്പെക്ട് ഒക്കെ നൊബിലിറ്റിയുടെ വുമനോട് മാത്രമേ ഉള്ളൂ. പെസൻ വുമൺ ആണെങ്കിൽ റേപ്പ്. Because they are spoils of war. They sack territories, they burn fields and houses and inns. So anyway, that reality of war, അതൊക്കെ പുള്ളി, ബ്രുട്ടാലിറ്റി, ടോർച്ചർ മെത്തഡ്സ്, പ്രൊപ്പഗാൻഡ, പൊളിറ്റിക്സ്, ഇതെല്ലാം പുള്ളി തിരിച്ചു കൊണ്ടുവന്നു. ഇറ്റ്സ് മോർ ഹിസ്റ്ററിയിലുള്ള fantasy is now grounded in Human history. nature. Human nature. നമ്മൾ ഹിസ്റ്ററി നോക്കുകയാണെങ്കിൽ നമുക്കിപ്പോ നമ്മൾ ഹിസ്റ്ററി പഠിക്കുമ്പോൾ ഔറംഗസേബിനെ കുറിച്ച് പഠിക്കും, നമ്മൾ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയെ കുറിച്ച് പഠിക്കും, അതൊക്കെ ഓക്കെ. നമ്മൾ ഒരിക്കലും ജഗത് സേഠിനെ കുറിച്ച് പഠിക്കാം. ജഗത് സേഠ് എന്ന് പറഞ്ഞാൽ their economical power force. It's a group of merchants. It's a hereditary title held by some Jain merchants. അവരാണ് എല്ലാ രാജാക്കന്മാർക്കും ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കും ഒക്കെ പൈസ കൊടുത്തുകൊണ്ടിരുന്നത്. അവര് പൈസ രാജാക്കന്മാരെ തിരിച്ചു തന്നില്ലെങ്കിൽ they will support the എതിർചേരിയിലുള്ള രാജാവ്. അങ്ങനെ കുറെ മെർച്ചന്റ് ഗിൽഡ്സ് ഉണ്ട്, അങ്ങനെ കുറെ ബാങ്കിങ് സിസ്റ്റം ഉണ്ട്. They are essentially king makers. We don't learn about them. One thing why British East India Company got so successful is that they paid their loans on time. അത് കിട്ടിക്കഴിഞ്ഞപ്പോഴേക്ക് ഉള്ള ഈ ബാങ്കിങ് സിസ്റ്റംസ് എല്ലാം ഗോട്ട് ഇൻ ദെയർ ഫേവർ. ബാക്കി രാജാക്കന്മാരാണെങ്കിൽ എന്താ അത് ലോൺ വസ്തു പിടിച്ചെടുക്കാൻ വരുമ്പോൾ കഴുത്തെ പിടിക്കും മെർച്ചന്റിന്റെ. അങ്ങനെ പ്രശ്നമുണ്ട്. പക്ഷെ ഈസ്റ്റ് ഇന്ത്യ കമ്പനി ആ കാര്യത്തിൽ ഡീസന്റ് ആയിരുന്നു. അതുകൊണ്ട് അവർക്ക് പിന്നെയും ലോൺ കിട്ടി. അതുപോലെ റിട്ടേൺസ് അവർക്ക് കൊടുക്കാൻ പറ്റി. കാരണം ബാക്കി രാജാക്കന്മാരെ കൊള്ളയടിച്ചിട്ട് ആ പൈസ പെട്ടെന്ന് അടയ്ക്കാൻ പറ്റും. ഇങ്ങനെ അൾട്ടിമേറ്റ്ലി വാർ ഇസ് ഫ്യൂൾഡ് ബൈ മണി. അതിനൊരു എന്താ പറയുക പാരലലാണ് ദ അയൺ ബാങ്ക് ഓഫ് ബ്രൗസ് ഇൻ ദ സീരീസ് ആൻഡ് ദ ബുക്സ്. സോ കൂടുതൽ വലിച്ചു നീട്ടുന്നില്ല. സോ anyway, this is one which grounded fantasy in a historical basis, real life എന്ന് പറയും. And what the biggest contribution is that nobody is safe. There is no plot armor. വില്ലന്മാര് ഹീറോസിനെ കൊല്ലാൻ പറ്റും, ഏത് നിമിഷം വേണമെങ്കിൽ കൊല്ലാൻ. അങ്ങനെ ഒരു ഇതില്ലല്ലോ. അതായത് ഹീറോ വില്ലൻ എന്നൊരു ഇതില്ല അവിടെ. ശരിക്കും പറഞ്ഞാൽ ക്യാരക്ടർ ആക്ച്വലി പ്ലോട്ട് ഡ്രിവൺ ആണ്, കംപ്ലീറ്റ്ലി ക്യാരക്ടർ ഡ്രിവൺ അല്ല. ഗെയിം ഓഫ് ത്രോൺസിന്റെ കുറെ മീംസ് ഉണ്ട്. മറ്റേ ഫസ്റ്റ് എപ്പിസോഡ് കണ്ടിട്ട് ജെയ്മിയെ ഒരുത്തൻ ചീത്ത വിളിക്കുക. അപ്പം മറ്റവൻ പറയും, ഇവനാണ് ഇതിൽ എന്റെ ഫേവററ്റ് ക്യാരക്ടർ എന്ന് പറയാം, 5 സീസൺ കണ്ടു കഴിഞ്ഞവൻ. അപ്പൊ അവനിങ്ങനെ തുറച്ചു വെക്കും. അപ്പൊ പറയും, ഈ കഥയ്ക്ക് അങ്ങനെ ഒരു കുഴപ്പമുണ്ട്, മറ്റേ ഹോമില് ഇന്ദ്രൻസ് പറയുന്നത്. ഫേവറേറ്റ് ക്യാരക്ടേഴ്സിനൊക്കെ കൊന്നുകളെ. ജെയ്മി എന്ന് പറഞ്ഞ ക്യാരക്ടർ നമുക്ക് യു ഹേറ്റ് ഹിം ടു ദ കോർ. കാരണം ആ സീരീസിലെ ഫസ്റ്റ് എപ്പിസോഡിന്റെ ഫസ്റ്റ് ക്രൂരത ചെയ്യുന്ന പുള്ളിയാണ്. He kicked everything off, right? He set the stone in motion. അതെ. ഈ റിഡംഷൻസും ഉണ്ട്, ക്യാരക്ടർ റിഡംഷൻസും ഉണ്ട്. ഇപ്പൊ സെർസൈക്കൊക്കെ ഒരു റിഡംഷൻ ഉണ്ടായിരുന്നു. നമ്മുടെ ഇപ്പോൾ
നമ്മള് സെർസി മറ്റേ ആ വാക്ക് ഓഫ് ഷെയിം ഒക്കെ കഴിഞ്ഞ് പുള്ളിക്കാരിയുടെ എല്ലാ കഴിഞ്ഞ് തിരിച്ചു വന്നുവല്ലോ പുള്ളിക്കാരി. ആ. അതേപോലെ നമ്മുടെ അവന്റെ പേരെന്തായിരുന്നു? നമ്മുടെ കൈ പോകുന്ന ആള് സെർസയുടെ ചേട്ടൻ ജേമി ജേമി ജെമി ജേമി ജെമി ജേമി ഉം. അവസാനം ഒരു ഹീറോയിക് പരിവേഷം കിട്ടി. കാരണം എല്ലാ ക്യാരക്ടേഴ്സും ഫ്ലോഡ് ആണ്. അതില് ഇപ്പൊ ജോൺ സ്നോ പറയുകയാണെങ്കിൽ ജോൺ സ്നോ പോലും അല്ലല്ല ഫ്ലോഡ് ക്യാരക്ടർ. ഒരാള് വെച്ച് നെഡ് സ്റ്റാർക്ക് അയാൾക്ക് സമയം കിട്ടിയില്ല അതിന് ആ മുമ്പ് കൊന്നോളാം. അയാൾക്ക് സമയം കിട്ടില്ല. ആളും പറയാൻ പറ്റില്ല ആൾ എന്തായിരിക്കും എന്നുള്ള കാര്യം നമുക്കറിയില്ല. ബില്ലി സെയിൻ എപ്പോഴും ഇങ്ങനെയാണ്. പുള്ളിയുടെ ക്യാരക്ടേഴ്സ് ഒക്കെ ഇപ്പോ ലോർഡ് ഓഫ് ദ റിങ്സ് എടുത്താലും ബില്ലി ഇനി സെയിൻ ഇതെടുത്ത് ഷോൺ ബീൻ ഷോൺ ബീൻ പുള്ളിക്ക് എന്തായാലും പുള്ളിയുടെ മരണം സുനിശ്ചിതമാണ്. പുള്ളി വന്ന പുള്ളിയുടെ പുള്ളി കൊന്നിരിക്കും. മറ്റേ പുള്ളി ഉണ്ടല്ലോ പുലിമുരുകനകത്ത് മോഹൻലാലിന്റെ സന്തോഷ് അച്ഛൻ. കീഴാറ്റൂര് ആ, സന്തോഷ് അതാണ് ബേസിക്. ബില്ലീസ് മരിക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു കാര്യം പറയട്ടെ. ഇതിനകത്ത് ഈ ഷോൺ ബീൻ. പറഞ്ഞ നേരത്തെ ആ പില്ലേജിങ്ങിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഞാൻ ഡഞ്ചൻസ് ഓഫ് ഡ്രാഗൺസ് കളിക്കണമെന്ന് കുറേ കാലം ആഗ്രഹിച്ചിട്ട് നേരിട്ട് ആക്ച്വൽ ഒരു സെഷൻ യുകെയിലായിരുന്നപ്പോൾ ഗൂഗിൾ മീറ്റ് വഴി ജോയിൻ ചെയ്തായിരുന്നു. ഒരു ക്യാമ്പയിൻ ഒക്കെ ശരിക്കും പറഞ്ഞാൽ ഒരു 3-4 ആഴ്ചയൊക്കെ ഉണ്ടാവും, അല്ലെങ്കിൽ മാസങ്ങളോളം ക്യാമ്പയിൻ വയ്ക്കും. അപ്പോൾ ഈ ഡഞ്ചൻ മാസ്റ്റർ നമുക്ക് കളി പറഞ്ഞു തരുന്നു. നമുക്ക് വെർച്വൽ ഡൈസ് ഉണ്ട് ത്രോ ചെയ്യാൻ. ചിലർക്ക് സ്വന്തം ഡൈസ് ഒക്കെ ഉണ്ട്, ഭയങ്കര ചിലർക്ക് കോസ്റ്റ്യൂമിലൊക്കെ വന്നിരിക്കുന്നത്. അപ്പോൾ ഞാൻ അതിനകത്ത് എടുത്തിരിക്കുന്ന ക്യാരക്ടർ ഒരു എൽഫായിരുന്നു. എനിക്ക് അത് റാൻഡമായിട്ട് കിട്ടിയതാണ്. റോഗ് എൽഫാണ്. ഹൂയിസ് ഇവിളിൻ്റെ ഏറ്റവും അറ്റത്തുള്ളതാണ്. കാവോട്ടിക് ഇവിളാണ് പുള്ളി. അതായത് ലോഫുൾ ഗുഡ്, കാവോട്ടിക് ഇവിളാണ് ഇതിൻ്റെ സ്കെയിൽ. അപ്പോൾ എൻ്റെ ക്യാരക്ടർ അങ്ങനെ അറ്റത്തെ അഴുക്കച്ചക്കനാണ്. പക്ഷേ ഇതുപോലെ ഒരു ഡഞ്ചൻ ഒരു മിഷൻ, ചെറിയൊരു സൈഡ് മിഷൻ ക്വസ്റ്റ് കഴിഞ്ഞിട്ട് ഒരു വില്ലേജ് ഈ ഡഞ്ചൻ പാർട്ടി എനിക്ക് വേണമെങ്കിൽ 7-8 പേരുണ്ടായിരുന്നു തോന്നുന്നു, ഇൻക്ലൂഡിങ് ഡഞ്ചൻ മാസ്റ്റർ. അത് ആ വില്ലേജിൽ പോയിട്ട് കുറേ പേരെ തട്ടി വില്ലേജ് ഇതാക്കി. സ്ത്രീകളും കുട്ടികളും മാത്രമുള്ള വില്ലേജിൽ ബാക്കി. അതൊരു എനിക്ക് തോന്നുന്നു ട്രോൾ വില്ലേജ് എന്തോ ആയിരുന്നു. അപ്പോൾ പുള്ളി പറയുന്നത് എനിക്കറിയാം, ഒരു ബ്രിഡ്ജിൻ്റെ അടിയിൽ എന്തോ ആയിരുന്നു. എന്നിട്ട് അവർ പറഞ്ഞു ബാക്കി എല്ലാ ക്യാരക്ടേഴ്സും ഈ എൻ്റെ സ്കെയിലാണ് ഏറ്റവും ടോപ്പിൽ വരുന്നത്. അപ്പം ആ മറ്റേ ഡഞ്ചൻ മാസ്റ്റർ പുള്ളിക്കാരി പറഞ്ഞത് ഇച്ചിരി പ്രായമുള്ള സ്ത്രീയായിരുന്നു. യു ആർ സപ്പോസ് ടു ബി എ റോഗ് എൽഫ് അറ്റ് ദി എൻഡ് ഓഫ് ഈവിൾ. അറ്റ് ദ സ്കെയിൽ അറ്റ് ദി എൻഡ് ഓഫ് ഈവിൾ, എക്സ്ട്രീം ഈവിളാണ്. യു ഷുഡ് പില്ലേജ് ദ വില്ലേജ്. പുള്ളിക്കാരി പറഞ്ഞതാണ്. യു ഷുഡ് മാസേക്കർ. അപ്പം നമുക്ക് അതിന് ത്രോ ചെയ്യണം, അതിന് ഡൈസ് ത്രോ ചെയ്യണം. ഭാഗ്യത്തിന് നമ്മുടെ ഡൈസ് 13 മുകളിലെങ്ങാണ്ട് ത്രോ ചെയ്താൽ അത് നടക്കുകയുള്ളൂ. അത് ചെയ്തില്ല. അപ്പോൾ അവരൊക്കെ ഭയങ്കര നിരാശ, ബാക്കിയുള്ളവർക്കൊക്കെ. അവർ മറ്റേ തംസ് ഡൗൺ ഐക്കണൊക്കെ കാണിച്ച്. ഇതാണ് സംഭവം. നമ്മൾ ക്യാരക്ടറിലായിരിക്കണം അതിനകത്ത് പോയി കഴിഞ്ഞാൽ. ചുമ്മാ കളിച്ചങ്ങ് പോയാൽ പോരാന്ന്. എല്ലാം നമ്മൾ അതിനനുസരിച്ചിട്ട് വേണം. നമ്മുടെ എന്താ പറയുക, മോട്ടിവേഷൻസ് ഒക്കെ അങ്ങനെ ആയിരിക്കണം. ബിക്കോസ് യു ഷുഡ് റിമെമ്പർ യുവർ ക്യാരക്ടർ, യു ഷുഡ് ബി ഇൻ യുവർ ക്യാരക്ടർ. ബിക്കോസ് ഇറ്റ്സ് സ്റ്റോറി ടെല്ലിങ്. ഡഞ്ചൻസ് ആൻഡ് ഡ്രാഗൺസ് മിഷൻ എന്ന് പറയുമ്പോൾ സ്റ്റോറി ടെല്ലിങ് തന്നെയാണ്. അപ്പം നമ്മൾ അങ്ങനെ വേണം ചെയ്യാൻ പറയുന്നത്. ഒരു മിഷൻ അങ്ങാണ്ട ഒറ്റ സെഷനെ ഞാൻ അറ്റൻഡ് ചെയ്തുള്ളൂ. അത് ഫുള്ളൊരു ക്യാമ്പയിൻ ഉണ്ടായിരുന്നു. ഫസ്റ്റ് ഡേ ആണ് ഈ പറയുന്നത് കേട്ടോ. ബാക്ക് ടു യു. ഗ്രേ ക്യാരക്ടേഴ്സ് കുറെ പേർ ഉണ്ട്. മീനിങ് ഫാന്റസിയിലും ഹിസ്റ്ററിയിലും ഒക്കെ ഗ്രേ ക്യാരക്ടേഴ്സ് ആണ്. അപ്പൊ അക്ബർ ദ ഗ്രേറ്റ് ഈസ് വൺ ഓഫ് അവർ ഫേവറേറ്റ് മുഗൾ എംപറേഴ്സ്. സെക്യുലർ ആണ്, സ്റ്റുഡ് അഗൈൻസ്റ്റ് റിലീജിയസ് ഓർത്തഡോക്സി. ആൻഡ് പുള്ളിയുടെ കഥയൊക്കെ സിനിമയിലൊക്കെ വരുമ്പോൾ നമുക്ക് വി ഓൾവേസ് റൂട്ട് ഫോർ ഹിം. പക്ഷെ പുള്ളി ചിറ്റോറിൽ ഒരു മാസക്കർ നടത്തിയിട്ടുണ്ട്. തൗസൻഡ്സ് ഓഫ് പീപ്പിൾ ഹാവ് ഡൈഡ്, ലൈക്ക് കിഡ്സ് ആൻഡ് ചിൽഡ്രൻ, ലേഡീസ് ആൻഡ് ചിൽഡ്രൻ ഇൻക്ലൂഡഡ്. പിന്നെ വേറെ ദർ ഇസ് എ 1971 വാറിൽ ഒരു വാർ ഹീറോ ഉണ്ട്, ഒരു സിഖുകാരനേക്കാൾ റിക്കളക്ട് ഹിസ് നെയിം. എനിക്ക് തോന്നുന്നു ഒരു ബ്രേവറി, ഒരു മെഡൽ കിട്ടിയിട്ടുള്ള ചക്രയാണോ എനിക്ക് അറിയില്ല, ഓർമ്മയില്ല. ഇറ്റ്സ് എ വാർ ഹീറോ. ഹി ലേറ്റർ ബിക്കം എ ഖാലിസ്ഥാനി ടെററിസ്റ്റ്. ഗോൾഡൻ ടെമ്പിളിന്റെ ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ. അപ്പൊ അതില് ഹി വാസ് ദ വൺ ഹു വാസ് ഓർഗനൈസിങ് ദ ഡിഫൻസ് ഫോർ the golden temple, Bhindranwale side. But there are characters who are very complex, they switch sides. Give you another example. നമ്മൾ ഈ തേർഡ് ബാറ്റിൽ ഓഫ് പാനിപ്പട്ട് ഇല്ലേ, നമ്മൾ നമ്മുടെ അർജുൻ കപൂറിന്റെ ഒരു ഫിലിം ഇല്ലായിരുന്നു, മറാഠയായിട്ട് സഞ്ജയ് ദത്തായിരുന്നു അബ്ദാലിയായിട്ട് ആക്ട് ചെയ്ത്. Forgot the name. അപ്പൊ അതിനകത്ത്
ആക്ച്വലി അബ്ദാലിയുടെ സൈഡിൽ നിന്ന് ഫൈറ്റ് ചെയ്യുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് സന്യാസിമാരുണ്ട്. ഫുള്ള് നഗ്നരായിട്ടാണ് ഫൈറ്റ് ചെയ്യുന്നത്. ദ സെയിം ഗ്രൂപ്പ് ഹാസ് ഫോർട്ട് അഗൻസ്റ്റ് അബ്ദാലി മധുരയെ വെച്ച് ഫ്യൂ ഇയേഴ്സ് ബാക്ക്. ബട്ട് ദെൻ ദേ സ്വിച്ച് സൈഡ്സ് ടു അബ്ദാലി സൈഡ്. അതിനൊക്കെ ഒരുപാട് കോംപ്ലക്സ് ക്യാരക്ടേഴ്സ് ഉണ്ട്. ആൻഡ് സംടൈംസ് ദീസ് ആർ മോട്ടിവേറ്റഡ് ബൈ ഡിഫറെന്റ് തിങ്സ്. റിലീജിയൻ ആകാം, ലോയൽറ്റി ആകാം, മണി ആകാം, ആൻഡ് പ്യൂർ പൊളിറ്റിക്സ് ആകാം, പ്രൊപ്പഗൻഡ ആകാം. So all these are nicely mixed up in Martin's fantasy. So in a way, what he has given, what he has contributed to the fantasy genre is really good. ഒറ്റ കുഴപ്പമേ ഉള്ളൂ, പുള്ളി അടുത്ത പുസ്തകം ഇറക്കേണ്ട കാലം കുറേയായി. 1.5 പതിറ്റാണ്ടായി വിൻസ് ഓഫ് വിന്ററിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു. അത് നമ്മുടെ സ്റ്റീഫൻ കിങ്ങും പുള്ളിയായിട്ടൊരു ഇന്റർവ്യൂ ഉണ്ടായിരുന്നു. അത് റീസെന്റ് ഒന്നുമല്ല, കുറച്ച് പഴയതാണ്. അപ്പോൾ പുള്ളി സ്റ്റീഫൻ കിങ്ങിനോട് ചോദിക്കുന്നുണ്ട്, ഹൗ ദ ഫക്ക് ഡു യു റൈറ്റ് സോ മെനി ബുക്സ് എന്ന് ജോർജ് ആർ മാർട്ടിൻ പുള്ളിയോട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ പറ്റുന്നില്ലായിരിക്കും, പ്രായമായില്ലേ, അതിൻ്റെ ആയിരിക്കും. ഇപ്പൊ തോന്നുന്നുണ്ട് ശരി, ഇപ്പൊ പറ്റുന്നില്ലെങ്കിൽ എഴുതണ്ട. സീരിയൽ കുളവാക്കിയതുപോലെ ഇനി ബുക്കും കുളവാക്കണ്ട. പക്ഷേ ഉള്ളത് എനിക്ക് അതിന്റെ എൻഡിങ് വാസ് വെരി സാറ്റിസ്ഫൈയിങ് എക്സെപ്റ്റ് ദാറ്റ് ഇറ്റ് വാസ് റഷ്. എനിക്ക് അങ്ങനെ ഒരു കൺക്ലൂഷൻ മാത്രമേ അതിൽ ലോജിക്കലി എനിക്ക് തോന്നിയിട്ടുള്ളൂ. അങ്ങനെ ഒരു കൺക്ലൂഷൻ തന്നെയാണ് വേണ്ടതെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പക്ഷേ ഐ അഗ്രി ഇറ്റ് വാസ് റഷ്ഡ്. റഷ്ഡ് ഈസ് വൺ ഓഫ് ദ പ്രോബ്ലംസ്. റഷ്ഡ് ആണ് കാരണം ഡെനേറിസിന്റെ ഡിസെന്റ് ഇൻ ടു മാഡ്നസ് അത് കുറച്ചും കഴിഞ്ഞു ഇറ്റ് ഹാസ് ടു സിങ്ക് ഇൻ സ്ലോലി. അബ്രപ്റ്റ് ആയിരുന്നു. You have to show the symptoms slowly. It's poetic in a way കാരണം പുള്ളിക്കാരുടെ പ്രീഡെസസറും മാഡ് കിങ് മാഡ് ക്വീൻ. അപ്പം ഇറ്റ്സ് ലോജിക്കൽ ബട്ട് they should ease us into it. ഔട്ട് ഓഫ് ക്യാരക്ടർ ആകരുത് ഒരിക്കലും. അല്ല, അതൊരു ഒരു സ്നാപ്പിംഗ് ആയിരുന്നല്ലോ. മറ്റേ ആ പെണ്ണ് മരിച്ചപ്പോ, അവളുടെ ഫ്രണ്ട് മരിച്ചപ്പോ അങ്ങ് സ്നാപ്പ് ചെയ്തു. I don't know, but that wasn't convincing enough. പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാല് Can you adapt into a series എന്നുള്ളതുണ്ടല്ലോ? ബുക്കിൽ യു ഗോട്ട് ചാപ്റ്റേഴ്സ് വേഴ്സസ് ടു ഗോ ത്രൂ ഒരു ക്യാരക്ടർ. ആ ഡിസെന്റ് ഇൻ ടു മാഡ്നെസ് നമുക്ക് ഫീൽ ചെയ്ത് നടന്നു. ലൈക്ക് മറ്റേ ഷൈനിങ് വായിക്കുമ്പം യു ക്യാൻ സീ ഹിസ് ഡിസെന്റ് ഇൻ ടു മാഡ്നെസ്. ഗ്രാജുവൽ ഡിസെന്റ്. No. പക്ഷെ ഇതിൽ actually if you look at the first 4 seasons of Game of Thrones, right? It's peak TV. Peak TV ആണ്. കാരണം nothing beats that. അതിനെ ബീറ്റ് ചെയ്യുന്ന വേറെ സീരീസ് ഞാൻ കണ്ടിട്ടില്ല. ലൈക്ക് ആ ഫസ്റ്റ് 4 സീസൺസ്. അതിനകത്ത് ഈ പുസ്തകത്തിനകത്ത് പറയുന്ന ന്യൂവാൻസസും മോട്ടിവേഷൻസും എല്ലാം വ്യക്തമായി വരുന്നുണ്ട്. പ്രശ്നം വരുന്നതെന്ന് വെച്ചാൽ ഇങ്ങനെ ഈ പുസ്തകം എടുത്ത് നിർത്തി. എവിടെ മുതൽ നിർത്തിയോ അവിടെ മുതൽ ഇതിന്റെ ഡൗൺഗ്രേഡിങ്. അപ്പൊ പിന്നെ ടിരിയന് പറയാനുള്ള ഡയലോഗ്സ് ഇല്ല. ടിരിയന്റെ ഡയലോഗ്സ് ഒക്കെ ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആണ്. ലൈക്ക് വെരി ക്ലെവർ വിറ്റ് ആണ്. ലാസ്റ്റ് സീസണൊക്കെ ആയപ്പോ പുള്ളിയുടെ ജോക്സ് മൊത്തം ജെനിറ്റേലിയ ജോക്സ്. വേറൊന്നും ഇല്ല കയ്യിൽ ടിരിയന്റെ. മന്ദബുദ്ധിയായി ടിരിയൻ. അല്ല, There is no ആക്ച്വലി strategy. ഈ സീരീസ് ഐ മീൻ ബുക്ക് കംപ്ലീറ്റ് ചെയ്യുന്നതിന് മുമ്പ് പുള്ളി സീരീസ് തീർത്തില്ല. അതായത് സീരീസിന് സ്ക്രിപ്റ്റ് വേറെ വഴിയാണ്. ഓക്കെ, അതാണ് കുഴപ്പമായത്. എനിക്ക് Yes, I- തോന്നുന്നത് പുള്ളി പുസ്തകത്തിന് വച്ചേക്കണ എൻഡിങ് ചിലപ്പോ ഇതിലും നല്ല എൻഡിങ് ആയിരുന്നിരിക്കും. അതുകൊണ്ട് അല്ല, എന്തോ ഒരെണ്ണം എഴുതി ഒഴിവാക്കിയ പോലെയാണ്. ഞാൻ എല്ലാ ആഴ്ചയും ചെക്ക് ചെയ്യുന്നുണ്ട് എന്താ വിൻസ് ഓഫ് വിന്ററിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളതെന്നൊക്കെ. പുള്ളി ഈയിടെ പറഞ്ഞ സംഭവം എന്ന് വെച്ചാൽ പുള്ളി തിരുത്തി എഴുതിയെന്ന് എൻഡിങ്. ഒരു ആണല്ലേ? റിലീസ് ആ. ഡേറ്റ് സെറ്റ് ചെയ്തിട്ടില്ല. അപ്പോ ബുക്ക് ഇറങ്ങില്ല എന്നൊക്കെ ആദ്യം പറഞ്ഞുകൊണ്ടിരുന്നത്. പിന്നെ ഇപ്പോ തിരിച്ചു വന്നു എന്ന് പറയുന്നു. സാൻസ മരിക്കേണ്ട ഒരു ക്യാരക്ടർ ആയിരുന്നു. അപ്പൊ പക്ഷെ എല്ലാവരുടെ ഇത് ജനപ്രിയ ക്യാരക്ടർ ആയതുകൊണ്ട് പുള്ളി കൊല്ലുന്നില്ല, വെക്കാൻ പോവാന്ന് പറയുന്നു. എന്തറിയാം. ഇപ്പൊ ഞാൻ പറയണ അങ്ങനെ തട്ടിപ്പോയാലും ഒരു കോണ്ടസ്റ്റ് നടത്തി നല്ലൊരു ലാസ്റ്റ് നോവൽ എഴുതി അതങ്ങ് സീരീസിലോട്ട് ചേർക്കുക. അത് ചെയ്യരുത് പുള്ളി നേരത്തെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. കുഴിയിലോട്ട് പോയാലും ആ വാതിലും കടച്ചേക്കാന്ന് വിചാരിച്ചെങ്കിൽ പുള്ളി നേരത്തെ അതൊക്കെ പറഞ്ഞു ഉറപ്പിച്ചേക്കുക. ഫാൻ ഫിക്ഷൻ എനിക്ക് ഇഷ്ടമല്ല, ആരും അങ്ങനെ ചെയ്യരുതെന്നൊക്കെ പറഞ്ഞു.
ഫാൻ ഫിക്ഷനൊക്കെ ഹിറ്റായിട്ടുണ്ടല്ലോ പലതും. 50 ഉണ്ട്. ഷെയ്ഡ്സ് ഓഫ് ഗ്രേ ആ, ട്വൈലൈറ്റിനെ പിടിച്ച് ഫാൻ ഫിക്ഷൻ ആക്കി. അത് വേറെ ലെവലിലാക്കി. പറയാൻ പറ്റൂല ഇനിയിപ്പോ ഇതൊക്കെ ഇതിന്റെ എന്ത് വരുമെന്ന്. അല്ല മറ്റേ നല്ലൊരു ഫാൻ മറ്റേ ഗേൾ വിത്ത് ഡ്രാഗൺ ടാറ്റു അവരത് ചെയ്തല്ലേ 3 ബുക്ക് കഴിഞ്ഞപ്പം ഐ തിങ്ക് ദർ വർ നോട്ട്സ് അത് വെച്ച് ബേസ് ചെയ്ത് they've come out with more. ഞാൻ വായിച്ചിട്ടില്ല പക്ഷെ ഐ ഡോണ്ട് തിങ്ക് ഹി ഹാസ് നോട്ട്സ്, മീൻസ് അറ്റ്ലീസ്റ്റ് പബ്ലിക് ആക്കാൻ പുള്ളി ഈ ഉദ്ദേശിക്കുന്നു വിളി എനിക്ക് തോന്നുന്നില്ല. കത്തിച്ച് കളയാതെ മിക്കവാറും മിക്കവാറും കത്തിച്ചളയും. ഇതിന്റെ കൂടെ എന്നെ അടക്കിക്കൊള്ളണം. ഇൻ എ വേ, പക്ഷെ ഇതാണ് പ്രശ്നം. ലൈക്ക് ദാറ്റ് ഗെയിം ഓഫ് ത്രോൺസ്, ഇറ്റ് വാസ് സോ അപ്പ് ദെയർ ഇൻ പോപ്പുലർ കൾച്ചർ. അതുകൊണ്ട് ഈ ടാറ്റു ഒക്കെ ഉണ്ടത്. മറ്റേ കാക്കയല്ലേ? കാക്കയല്ല, അല്ല ചെന്നായ. ചെന്നായ സ്റ്റാർക്കിന്റെ ചെന്നായാണ്. ആ. നോട്ട് റിമെമ്പേഴ്സ് ആണോ അതോ? കാക്കി പാക്ക് സർവൈവ്സ്. ഓക്കെ. ഞാൻ എൻ്റെ പ്രോഡ് സപ്പോർട്ടിന്റെ ടീമിന്റെ ഹോം പേജ് മറ്റേ വാളിലുള്ളവരുടെ പ്ലെഡ്ജാണ്. നൈറ്റ്സ് വാച്ചിന്റെ. എന്റെ സ്ക്രം ടീമിന്റെ പേര് സ്റ്റാർക്സ് എന്നായിരുന്നു. ഞാനായിരുന്നു എന്റെ ലീഡ്. ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതുണ്ടല്ലോ സീരിയല് ഒരു അമ്മച്ചിയുണ്ട് അപ്പുറത്തെ ഒരു പുള്ളിക്കാരി ഉണ്ട്, ജാനറ്റ് എന്ന് പറഞ്ഞ പുള്ളിക്കാരി ഉണ്ടായിരുന്നു. പുള്ളിക്കാരി വന്ന് കയറുമ്പോ വേറെ ഇസ് യുവർ നെറ്റ് സ്റ്റാർക്ക് തല പോയി കിടക്കുക. തല പോയെന്ന് മാത്രമല്ല കുറ്റി തറച്ച് വെച്ചേക്കാണ്. Anything more to add on Game of Thrones? just want to stress on the popular culture impact. അത് ഇറങ്ങിയ സമയത്ത് we used to watch reaction videos of people watching the show in a pub. Our level, I don't think any other series had that sort of impact. Unfortunately, and showrunners abruptly then close ചെയ്യാൻ നോക്കി. അതോടെ അത് മൊത്തത്തില് ചീറ്റിപ്പോയി. Yeah. ആൻഡ് ഇറ്റ് സാങ് വിതൗട്ട് എ ട്രേസ്. ഓക്കെ, അത് പോപ്പുലർ കൾച്ചറിൽ നിറഞ്ഞിരുന്നൊരു സംഭവം ഒറ്റ സീസണോട് കൂടി പിന്നെ ആർക്കും വേണ്ട. നോബഡി ടോക്സ് അബൌട്ട് ഇറ്റ്. Yeah. Nobody Yeah. gives out any It was memes or anything. everywhere. Yeah. It was everywhere. All of a sudden, it sang. നിങ്ങൾ ആരെങ്കിലും So, മറ്റേ ഒരു ഫാദേഴ്സ് വാച്ചിങ് ഗെയിം ഓഫ് ത്രോൺസ് എന്നും മറ്റൊരു സാധനം കണ്ടിട്ടുണ്ടോ? no. ഒരു കോമഡി സ്കിറ്റാണ്. ഇന്ത്യയിലെ 4 സംസ്കാരി ബാപ്പ് ലീവ് എടുത്ത് മുറിക്കകത്തടച്ചിരുന്ന് ഗെയിം ഓഫ് ത്രോൺസ് കാണുന്നത്. മറ്റവരുടെ എന്ത് TGF എന്തോ ഉണ്ടായിരുന്നില്ലേ, അവന്മാരുടെയാണ്. ഉഗ്ര TFI. സാധനം. TVF. മറ്റേ TVF. TVF ഫാദേഴ്സ് അല്ല, വാച്ചിങ് ഗെയിം ഓഫ് ത്രോൺസ്. TGIF പറഞ്ഞൊരു ടീമുണ്ട്. നമ്മുടെ അവന്റെ പേരെന്താ മറന്നുപോയി. ഒരു താടി മറ്റേ മെലിഞ്ഞിട്ടൊരു പുള്ളി തൊപ്പി വെച്ചോണ്ടിരുന്ന. അങ്ങനെ ഇത് എനിക്ക് തോന്നുന്നു യൂട്യൂബിൽ ഇപ്പോഴും ഉണ്ടെന്ന് തോന്നുന്നു, ഫാദേഴ്സ് വാച്ചിങ് ഗെയിം ഓഫ് ത്രോൺസ് എന്ന് പറഞ്ഞ സാധനം. I need to check that out. അപ്പൊ നമുക്ക് ഇതിലോട്ട് ചാടിയാലോ, ലോർഡ് ഓഫ് ദ റിങ്സിലേക്ക് ചാടിയാലോ? Absolutely. ലോർഡ് ഓഫ് ദ റിങ്സ് എനിക്ക് ഫിലിം കണ്ടൊക്കെയുള്ള പരിചയമുള്ളൂ. ബട്ട് ബുക്ക് വായിച്ചിട്ടില്ല? ബുക്ക് വായിച്ചിട്ടില്ല. ആരെല്ലാം വായിച്ചിട്ടുണ്ടോ But- ബുക്ക്? ലേഖ? ഹോബിറ്റ് ഞാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു ബട്ട് ഐ ഡിഡ്ന്റ് കംപ്ലീറ്റ്. ഞാൻ ലോർഡ് ഓഫ് ദ റിങ്സും വായിച്ചിട്ടുണ്ട്, ഹോബിറ്റും വായിച്ചിട്ടുണ്ട്. സിൽമരിലിയൻ വായിക്കാൻ നോക്കി എന്റെ കട്ടയും പടം തുടങ്ങി ഞാൻ അതൊരു മൂല കിട്ടു. അതുപോലെ അൺഫിനിഷ്ഡ് ടെയിൽസ് വായിച്ചിട്ടില്ല, പക്ഷെ ഇതത്രയും വായിച്ചിട്ടുണ്ട്. ഞാൻ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് ലോർഡ് ഓഫ് ദ റിങ്സ് ഞാൻ വായിച്ചത്. ലോർഡ് ഓഫ് ദ റിങ്സ് ഹാരി പോട്ടർ ഒരുമിച്ചാണ് ഇറങ്ങിയത് സിനിമ, സെയിം ടൈം. സിമിലർ പ്ലോട്ട് ലൈൻ. എനിക്ക് ആക്ച്വലി തിയേറ്ററിൽ പോയി ലോർഡ് ഓഫ് ദ റിങ്സ് ഞാൻ കണ്ടപ്പോൾ ഐ വാസ് ബയസ്ഡ് ടുവേർഡ്സ് ഹാരി പോട്ടർ. കാരണം ഐ റിയലി വാണ്ടഡ് ഹാരി പോട്ടർ ടു ബി ബെറ്റർ മൂവി ദാൻ ലോർഡ് ഓഫ് ദ റിങ്സ്. ബട്ട് ഐ എൻഡഡ് അപ്പ് ഫാളിങ് ഹെഡ് ഓവർ ഹീൽസ് ഫോർ ലോർഡ് ഓഫ് ദ റിങ്സ്. അത് കോളേജ് കഴിഞ്ഞിട്ടായിരുന്നു. എഞ്ചിനീയറിംഗ് കോളേജ് പാസ് ഔട്ടായിട്ട് ജോലിക്ക് ജോയിൻ ചെയ്യുന്നതിന് മുമ്പാണ്. എന്നിട്ട് പൂനെയിൽ ട്രെയിനിങ് നടന്നുകൊണ്ടിരുന്നപ്പോൾ പോയി
ഇത് വാങ്ങിച്ചു, ബുക്ക് വാങ്ങിച്ചു. ആഹ്, പൂനെയിൽ ട്രെയിനിങ് നടന്നുകൊണ്ടിരുന്നപ്പോഴാണ് ആ സിനിമ മുഴുവൻ കണ്ടു തീർത്തത്. അല്ല, സിനിമയല്ല, നമ്മുടെ ബുക്ക് മുഴുവൻ വായിച്ചു തീർത്തത്. ആൻഡ് ആക്ച്വലി yeah. no, I just want to mention this. നമ്മൾ എനിക്ക് പീറ്റർ ജാക്സനോട് ഏറ്റവും കൂടുതൽ ബഹുമാനം തോന്നിയിട്ടുള്ളതെന്ന് വെച്ചാൽ ദ വേ ഹി ഹാസ് അഡാപ്റ്റഡ് ടോൾക്കീൻ. കാരണം ഇപ്പോഴുള്ള ചില അഡാപ്റ്റേഷൻസ് കാണണം, ലൈക്ക് വിച്ചറൊക്കെ നോക്കുവാണെങ്കിൽ വിച്ചർ ഹാസ് നോ റിസംബ്ലൻസ് ടു ദ സോഴ്സ് മെറ്റീരിയൽ. It has a lot of modern day agenda squeezed inside that. Tolkien, Peter Jackson actually respected Tolkien in a way. അഡാപ്റ്റ് ചെയ്യുമ്പോൾ നല്ല ഭംഗിയായിട്ട് അഡാപ്റ്റ് ചെയ്തിട്ടുണ്ട്. ആക്ച്വലി എന്റെ പല പല ഹൈറ്റിലുള്ള മനുഷ്യരില്ലേ, ഹോബിറ്റ്സും ഡ്വാർഫ്സും ഒക്കെ ഈ ആ പെർസ്പെക്റ്റീവ് വെച്ച് ഫിലിം ചെയ്തേക്കുന്ന അത് It's അതിന്റെ so amazing. വിക്കിപീഡിയ ആർട്ടിക്കിൾ ഉണ്ട് ഇതെങ്ങനെ ഫിലിം ചെയ്തു എന്നുള്ള കാര്യം. കാരണം സ്കെയിൽ മോഡൽസ് വെച്ചിട്ടാണ്. അതായത് ഹോബിറ്റ്സ് ആയിട്ട് അഭിനയിക്കുന്നവര് ഒന്നാമത് ഹൈറ്റ് കുറഞ്ഞ ആക്ടേഴ്സ് ആണ്, എലീജ വുഡ് ഒക്കെ. കണ്ടാൽ I mean, കുറച്ചുകൂടി 5'3", 5'3", 5'4" 5'3" അത്രയുണ്ട്. മീൻസ് അവർക്ക് കൊടുക്കുന്ന അവരുടെ സറൗണ്ടിങ്സ് ഒക്കെ അവരുടെ സ്കെയിലിലായിരിക്കും, കുറച്ചുകൂടി വലിയ സാധനങ്ങളായിരിക്കും. ഹ്യൂമൻ ആക്ടേഴ്സ് വരുമ്പോൾ കുറച്ചുകൂടി ചെറിയ സാധനമായിരിക്കും. കാരണം രണ്ടും കൂടി കമ്പൈൻ ചെയ്യുകയാണ്. അപ്പം നമ്മൾക്ക് ഹ്യൂമൻസും ഹോബിറ്റ്സും തമ്മിലുള്ള ഹൈറ്റ് ഡിഫറൻസ് ഫീൽ ചെയ്യണം. ഹൈസ് അല്ല, സൈസ് ഡിഫറൻസ് ഫീൽ ചെയ്യണം അതിന് വേണ്ടിയിട്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ അതിനകത്ത് മാസീവ് എന്ന് പറഞ്ഞിട്ടൊരു സോഫ്റ്റ്വെയറിനെ പറ്റി പറയുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഫസ്റ്റ് ടൈം ആയിരിക്കാം ഫിലിമിൽ യൂസ് ചെയ്യുന്നത്. പണ്ട് ദൂരദർശനിൽ യുദ്ധ സീനുകൾ കണ്ടിട്ടില്ലേ, മറ്റേ രാമാനന്ദ് സാഗറിന്റെ കേസിലൊക്കെ കോപ്പി പേസ്റ്റ് ആണ്. അവിടെ അല്ല, വലിയ മാസീവ് ബാറ്റിൽ സീൻസ് ഉണ്ടാവുമല്ലോ. അപ്പൊ അതിനകത്ത് അതായത് അവിടെ ഇരുന്ന് ഫൈറ്റ് ചെയ്യുന്ന ആൾക്കാരെ തന്നെ ഇപ്പുറത്ത് നമുക്ക് കാണാൻ പറ്റും. കോപ്പി പേസ്റ്റ് ആണ്. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ മാസീവ് എന്ന് പറഞ്ഞിട്ടൊരു സോഫ്റ്റ്വെയർ വെച്ചിട്ട്, അതായത് എല്ലാ ഏജൻസ് ആണ്. അതായത് ഇവർക്കൊക്കെ സ്വന്തം ബിഹേവിയർ കൊടുത്തിരിക്കുവാണ്. അപ്പോൾ നൺ ഓഫ് 2 പേഴ്സൺസ് ഓർ 2 എൻറ്റിറ്റീസ് ഓൺ ദ സ്ക്രീൻ ആർ ദ സെയിം. അങ്ങനെയാണ് ചെയ്തിരിക്കുന്നത്. ഒരു വലിയ എപ്പിക് ബാറ്റിൽ സീൻസ് ഒക്കെ വരുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ സിനിമയ്ക്ക് വേണ്ടിയാണ് ആ സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്തത്. ദെൻ ആക്ച്വലി ഇറ്റ് വെന്റ് ഓൺ ടു ബിക്കം എ ഇൻഡസ്ട്രി സ്റ്റാൻഡേർഡ്. അതിന്റെ പുറകിലുള്ള കഥ. Another thing is one of the last epic movies to rely mostly on practical effects rather than CGI. അതിന്റെ ഒരു എപ്പിക്നെസ്, അതിന്റെ ഒരു റിയൽ ഫീല് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ആ ഫിലിമിൽ. എൻ്റെ ഒരു ഫ്രണ്ട് ഭയങ്കര ഫാനായി മൂവീസിന്റെ. അപ്പൊ ഞാൻ ഈ മൂവി ഒന്നും കണ്ടിട്ടൊന്നുമില്ല. അപ്പൊ ഇതിന്റെ ലാസ്റ്റ് മൂവി ഇറങ്ങിയപ്പം ഷീസ് വി ഹാവ് ടു വാച്ച് ദിസ്, വി ഹാവ് ടു വാച്ച് ദിസ് എന്നൊക്കെ പറഞ്ഞ് പോയി കണ്ടപ്പം ഇറ്റ്സ് എ മൂവി. ഞാൻ എന്റെ ഫസ്റ്റ് പാർട്ടൊന്നും കാണാത്തോണ്ട് പിന്നെ എനിക്ക് ഞാനൊരു സിനിമയ്ക്ക് പോയി, സിനിമ കഴിഞ്ഞിട്ട് ഒരാൾ അവിടെ കരച്ചില്, ഇറ്റ്സ് എൻ എൻഡ് ഓഫ് എൻ ഈറ എന്നൊക്കെ പറയുമ്പോ ഞാൻ ഓക്കെ പോട്ടെ സാരല്ല നമുക്ക് ഭക്ഷണം കഴിക്കാൻ പോയിട്ട് ഇനി. അതും പോട്ടെ. ഇതിന്റെ ലാസ്റ്റ് പാർട്ട് ഞാൻ കാണാൻ പോയത് എന്റെ ഇതുപോലെ ഒരു ഭാഗവും കാണാത്ത 2-3 എന്റെ കൂടെ വന്നിരുന്നിട്ട് സൈഡിൽ ഇതെന്തോന്ന് ഇങ്ങനെ ആ കണ്ണിന്റെ മുന്നിൽ നിന്ന് ലൈറ്റ് വീണാ എന്ത് പറ്റും? ഞാൻ പിന്നെ സംശയമൊന്നും ചോദിക്കാൻ പോയില്ല. വേറൊരു ഫ്രണ്ട് കൂടെ ഉണ്ടായിരുന്നു. ഞങ്ങൾ 3 പേരും കൂടിയിട്ടാ പോയത്. ഞങ്ങളവിടെ ഇന്ന് പോപ്കോണും ഇതൊക്കെ കഴിച്ചു. പുള്ളിക്കാരത്തിക്ക് വേണ്ടി പോയതാണ്. സിനിമ കഴിഞ്ഞപ്പോ ഭയങ്കര അപ്സെറ്റ് ആയി. ഐ ഗെസ് ഇറ്റ്സ് ഒരുപാട് ഇപ്പൊ പറഞ്ഞ പോലെ നമ്മളിത് 2002 തുടങ്ങിയ സീരീസ് ആണെങ്കിൽ ഞാനത് ഐ തിങ്ക് ദ ലാസ്റ്റ് മൂവി കെയിം ഔട്ട് ഇൻ 13 or 14, 12 or 13. അപ്പൊ 10 വർഷം യു ബീൻ സോ ഇൻവെസ്റ്റഡ് ഇൻ സീരീസ്. ഓബ്വിയസ്ലി സങ്കടം തോന്നും, സ്വാഭാവികം. അത് ലോർഡ് ഓഫ് ദി റിങ്സില് ആരും അൺഎക്സ്പെക്ടഡ് ആയ 2 ക്യാരക്ടേഴ്സ് ബിക്കെയിം അബ്സല്യൂട്ട് ട്രോൾ ഫോഡർ. ആരൊക്കെയാണെന്നറിയോ? ഒന്ന് എയോവിൻ, നമ്മുടെ റോഹനിലെ ആ പെണ്ണ്. പുള്ളിക്ക് ആരഗോണിനോട് ഭയങ്കര പ്രേമമാണ്. ആരഗോൺ തിരിച്ച് പ്രേമിക്കുന്നില്ല. അപ്പൊ അത് വെച്ചിട്ട് ഒരു നിവർത്തിലത് അവളായിട്ട് ട്രോൾ ചെയ്തിട്ടുണ്ട്. എന്തോ ഇവള് സൂപ്പ് കൊണ്ടുവന്നിട്ട് ഇറ്റ് ഈസ് നോട്ട് മച്ച് ബട്ട് ഐ ഹാവ് സൂപ്പ് എന്ന് പറയുമ്പോ ആരഗൺ തിരിച്ചിട്ട് വേറെ ഒന്നുമില്ലേടേ.
അതുപോലെ രണ്ടാമത് ഇതുപോലെ ട്രോൾ ചെയ്യപ്പെട്ട ആളാണ് ഫാരമീർ, ബോറോമീറിന്റെ അനിയൻ. കാരണം അപ്പന് ബോറോമീറിനെയാണ് ഇഷ്ടം. അപ്പൊ ഫാരമീർ വന്നിട്ട് മറ്റേ അങ്ങേരുടെ അടുത്ത് എന്തായിരുന്നു അങ്ങേരുടെ പേര്? അല്ല പേര് ഞാൻ പറഞ്ഞു. അല്ല പേര് ഞാൻ പറഞ്ഞു. തന്തപ്പടിയല്ലേ? തന്തപ്പടി എടുത്ത് പറയാണ്. മറ്റേ അവസാനം ഫാരമീറും യോബിനും സെറ്റപ്പ് ആവുമല്ലോ. ഡാഡ് ഐ മാരീഡ് എ പ്രിൻസസ്. ബോറമീർ കൂടെ മാരീഡ് എ ക്വീൻ. എന്ത് പറഞ്ഞു കഴിഞ്ഞാലും മറ്റവനെ വെച്ച് എന്തോ കമ്പാരിസൺ. തോർ ഞാൻ ഈ എന്തായിരുന്നു പേര്? ഡെനത്തോർ ഡിനെത്തോർ 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 ഡെനത്തോർ ഡെനത്തോർ. ഞാനും കണ്ടിട്ട് ഈയിടെ ഒരെണ്ണം ഫാരമീർ ആദ്യം മരിച്ച നിലയെ കൊണ്ടുവരുവാണല്ലോ. പുള്ളിയുടെ ദേഹത്ത് 2 അമ്പ് തറച്ചിട്ടുണ്ട്. ഉം. അപ്പൊ തന്തപ്പടി എന്റെ ബോറോമീരാണെങ്കിൽ പക്ഷേ ഉണ്ടല്ലോ ഈ ഈ ഈ ഇതില് എനിക്ക് എനിക്ക് അത്രയും നേരം നന്നായിട്ട് ലോർഡ് ഓഫ് ദ റിങ്സ് ആദ്യമായിട്ട് കാണുമ്പോൾ അത്രയും നേരം വളരെ എന്താ പറയാ വളരെ ഗ്രിറ്റി ആയിട്ട് പോയിക്കൊണ്ടിരുന്ന സാധനം ആ മൈൻഡ്സ് ഓഫ് മോറിയയുടെ എൻട്രൻസ് സീൻ വന്നപ്പോൾ ഞാൻ വെച്ചാൽ അയ്യേ ഇതാണോ മൈൻഡ്സ് ഓഫ് മോറിയയുടെ എൻട്രൻസ് ഒരു ഒരു കുറെ ലൈറ്റ് ഒക്കെ വെച്ചൊരു ഡോറിന് അവിടെ പോയി പാസ്വേഡ് പറയണം. ഇത് ഹാരി പോട്ടർ പോലെ സ്പീക്ക് ഫ്രണ്ട് ആൻഡ് എൻറ്റർ. അതെ അല്ല അത് ആക്ച്വലി അതെനിക്ക് ഭയങ്കര ഇതായിട്ട് തോന്നി. കാരണം ഒരു മൈൻഡ് എന്നൊക്കെ പറയുമ്പോൾ അതിന്റെ എൻട്രൻസ് എന്ന് പറയുമ്പോൾ അത് ഓൾറെഡി ഒരു സെക്ലൂഡഡ് ഒരു സീക്രട്ട് എൻട്രൻസ് ആയിരിക്കും. അത് ഇങ്ങനെ ഒരു സാധനം ഞാൻ പ്രതീക്ഷിച്ചില്ല. ഒരു ലൈറ്റ് ഒക്കെ ഉള്ള ഡോർ. അത് മാത്രമാണ് എനിക്ക് ലോർഡ് ഓഫ് ദ റിങ്സ് ഫിലിം സീരീസിനെ പറ്റി കുറച്ച് ഇതായിട്ട് തോന്നിയത്. ഒരു അത് ശരിക്കും ഹാരി പോട്ടർ പോലെ ആയിപ്പോയി. ഹാരി പോട്ടർ കുറച്ച് ബാക്കിയെല്ലാം nice ആയിരുന്നു. എനിക്ക് ആ ബാൽറോഗിന്റെ ഫസ്റ്റ് സീനാണ് പാർട്ട് ഹാരി പോട്ടർ പോലെ. എനിക്ക് ആ ബാൽറോഗിന്റെ സീനാണ് ഏറ്റവും ഇഷ്ടം സിനിമയില്. ബാൽറോഗ് വന്ന് പിടിച്ചോണ്ട് Of പോകുന്നത്. course. Fly, you fools. You shall not pass. ഏതോ യൂണിവേഴ്സിറ്റിയുടെ ഫ്രണ്ടില് ഒരാള് ഗാൻഡാൽഫിന്റെ വേഷം ഇട്ടുകൊണ്ട് എക്സാമിന്റെ ദിവസം യു ഷാൽ നോട്ട് പാസ്. You shall not passും there is no spoonഉം ഒരുപാട് കോണ്ടെക്സ്റ്റ് ഉപയോഗിക്കാവുന്ന സാധനങ്ങളാണ്. ഈ ബലൂണൊക്കെ എവിടുന്ന് വരുന്നത്? ഞാൻ വരുത്തുന്നതല്ല. അല്ലേ? ചിരിച്ചപ്പോ വന്നതായിരിക്കും. ഇങ്ങനെ കാണിച്ചപ്പോ ഒക്കെ വരണം. ആഹാ പോട്ടെ. ഒന്നും വന്നില്ലല്ലോ. നമുക്കൊന്നുമില്ല, എനിക്ക് മാത്രമേ ഉള്ളൂ. എനിക്ക് ഓഹോ. മാത്രമേ ഉള്ളൂ. ചിരിച്ചപ്പോ വന്നതായിരിക്കും കേട്ടോ. അയ്യോ. പിന്നെ ഒരു കാര്യം അപ്രീഷിയേറ്റ് ചെയ്യുന്നത് വെച്ചാൽ ടോൾക്കീനോ പുള്ളി വേൾഡ് ബിൽഡിംഗ് പല പല ലേയേഴ്സ് ആയിട്ട് അവന്റെ ഒരു പുതിയ ലാംഗ്വേജ് തന്നെ കണ്ടുപിടിച്ച് അത് ഗ്രാമർ പുസ്തകം ഇറക്കി. ആൻഡ് ഓൾ ഹീസ് ക്യാരക്ടർ യുനോ എന്ത് ടൈപ്പ് ഓഫ് ജീവിയായാലും ദാറ്റ് വേർഡ് ആക്ച്വലി ഹാസ് എ റൂട്ട് Hmm. ഇൻ സം മെത്തോളജി വിത്ത് എ പ്രോപ്പർ എറ്റിമോളജി. ഒരു ലിംഗ്വിസ്റ്റിക് പണ്ഡിതനാണല്ലോ ആക്ച്വലി പുള്ളി. സോ ഹി ഡസ് ദാറ്റ്. That makes it very well rooted in our world. അത് ഇന്ന് എവിടെയോ കണ്ടതാണ്. Sauron is one of the most misunderstood people in the world. What he created he created a lot of employment. He was the one who brought industrialization to Middle Earth, and in the end, he becomes the villain. ആക്ച്വൽ Uh, കോർപ്പറേറ്റർ ടോൾക്കീന് ഭയങ്കര ദേഷ്യമുള്ള ഒരു കാര്യമാണ് ഇൻഡസ്ട്രിയലൈസേഷനും മോഡേണൈസേഷനും ഒക്കെ. കാരണം ഈ സ്കൗർജിങ് ഓഫ് ഷയർ ഉണ്ടല്ലോ, എനിക്ക് സിനിമയിലില്ല, ബുക്കിനകത്ത് ഇൻഡസ്ട്രി ഒക്കെ വന്ന് ഷയറൊക്കെ നശിപ്പിച്ചു എന്നൊരു ഒരു സബ് സ്റ്റോറി ഉണ്ട്. അല്ല അത് മറ്റേ ഇയാളാണ് ആക്ച്വലി. നമ്മുടെ സരുമാൻ ഇല്ലേ, സരുമാൻ ഇതിന്റെ മുകളില് ട്രാപ്ഡ് ആവുകയാണല്ലോ. ടവറിന്റെ മുകളിൽ ട്രാപ്ഡ് ആവുകയാണ്. അവിടെ വെച്ച് മൂവിയിൽ അവസാനിക്കും. പക്ഷെ ബുക്കില് സാറുമാൻ ഇവരെല്ലാരും തിരിച്ച് ഷയറിൽ വരുമ്പോ സാറുമാനും മറ്റേ വേം ടങ് ഉണ്ടല്ലോ, അവർ രണ്ടുപേരും കൂടി ദേ ഹാവ് ടേക്കൺ ഓവർ ദ ഷയർ. അങ്ങനെ ഒരു ഭാഗമുണ്ട്. ദീസ് ഗൈസ് ഫൈറ്റ് ദം ആൻഡ് ഐ തിങ്ക് വേം ടങ് സ്റ്റാബ്സ് സാറുമാൻ ഇൻ ദ എൻഡ്. അവര് തമ്മിൽ എന്തോ അടിയായി. അങ്ങനെയാണ് ഹൗ ദേ ടേക്ക് കൺട്രോൾ ഓവർ ഷയർ. അങ്ങനെ ഒരു ഭാഗം പുസ്തകത്തിൽ ഉണ്ടായിരുന്നു. അത് എനിക്കറിയത്തില്ല, മറ്റേ ഹോബിറ്റ് സീരീസിൽ കൊണ്ടുവന്നു. ഞാൻ ഹോബിറ്റ് സിനിമ എനിക്ക് ഐ ഫെൽറ്റ് എക്സ്ട്രീംലി
ഡിസപ്പോയിന്റഡ്. കാരണം ബുക്ക് വളരെ ഷോർട്ട് ആൻഡ് സ്വീറ്റ് ആയിരുന്നു. മൂവി ഇത് വാസ് വലിച്ചേട്ടായിരുന്നു. വെരി ബാഡ്. അത് അൺഫിനിഷ്ഡ് ടേൽസും സിൽമാരിലിനും എല്ലാത്തിന്നും സാധനങ്ങൾ വലിച്ചിട്ട് പുള്ളി ഉണ്ടാക്കിയതാണ്. ഒരു ബന്ധമില്ലാത്ത കുറെ ആളുകളെയും കൊണ്ടുവന്ന് നമുക്ക് റിലേറ്റ് പോലും ചെയ്യാൻ പറ്റാത്ത, ആകെ യു ഓൺലി റൂട്ടഡ് ഫോർ ബിൽബോ ബാഗൻസ് ഇൻ ദാറ്റ്. ഡെസലേഷൻ ഓഫ് സ്മോഗ് മുഴുവൻ കാണാൻ പറ്റിയില്ല. അവസാനം എന്തൊക്കെയോ കാട്ടിക്കൂട്ടുന്നുണ്ടായിരുന്നു അത്. Hobbit is a very easy read. You can easily pick that up and read it. അതുപോലെ That's the മറ്റേ problem. Picking it up. Picking it up is the problem. Well, anything else on Tolkien? അല്ല, ഇതെല്ലാം പുള്ളി ഒറ്റയ്ക്ക് ചെയ്തതാണ്. അതാണ് അതിൻ്റെ ഒരു ഈ എഫേർട്ട്. അതായത് കഥ എഴുതാൻ മാത്രമല്ല, ലാംഗ്വേജ് ക്രിയേറ്റ് ചെയ്യാനും അങ്ങനെ ഒരു വേൾഡ് ഉണ്ടാക്കാനും. സെയിം ഫിയേറ്റ് തന്നെയാണ് നമ്മുടെ ജെയിംസ് ക്യാമറോണും ചെയ്തിരിക്കുന്നത് ഫോർ അവതാർ. പക്ഷേ പുള്ളിക്ക് ഹെൽപ്പ് ചെയ്യാൻ ഒരുപാട് പേരുണ്ടായിരുന്നു. ലാംഗ്വേജ് ഉണ്ടാക്കാൻ അതിന് വേണ്ടി ഒരു ഡിപ്പാർട്ട്മെന്റ് ഉണ്ടായിരുന്നു. ഒരു ഡിസൈൻ ഡിപ്പാർട്ട്മെന്റ്, ഒരു വമ്പൻ ടീമിനെ വെച്ചിട്ടാണ് ആ എന്താ പറയുക ഹെക്സപോഡ്സ് എന്ന് പറഞ്ഞിട്ട് ആ പ്ലാനറ്റിലെ ജീവികളെ ഒക്കെ ഡിസൈൻ ചെയ്തത്. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ എല്ലാം മിഡിൽ എർത്ത് എന്ന് പറഞ്ഞിട്ടൊരു ലോകം ഉണ്ടാക്കിയത് അത് വല്ലാത്തൊരു എഫേർട്ടാണ്. വണ്ടി തള്ള വേറൊരു തണ്ടിയുടെ ആവശ്യമില്ല. ഒരാവശ്യമില്ല. വേറൊരു ഓതറും ആ ലെവലിൽ എഫേർട്ട് എടുത്തിട്ടില്ല. നത്തിങ് ഓഫ് ദ സ്കെയിൽ. അല്ല, Actually- അത് കാരണം എന്താ, പുള്ളി ആകെ ആ ഒരു യൂണിവേഴ്സ് മാത്രമേ ബിൽഡ് ചെയ്തിട്ടുള്ളൂ. ആ 2-3 പുസ്തകം മാത്രമേ ഉള്ളൂ. മതിയല്ലോ. അതെ അതെ. ഇതിനധികം ഒരെണ്ണം മതി. അതെ. പിന്നെ പുള്ളിയുടെ നമ്മളിപ്പം ഡോർഫ് എന്നുള്ളതിന്റെ പ്ലൂറൽ ഡോർഫ്സ് എന്ന് DWARVES എന്ന് നമ്മൾ VES. എഴുതുവാണെങ്കിൽ ഉം. അത് പുള്ളിയുടെ കോൺട്രിബ്യൂഷൻ ആണ്. നമ്മളിപ്പോ പഴയ വേറെ ബുക്സ് ഒക്കെ എടുത്തുണ്ടെങ്കിൽ FS എന്നാണ് അവസാനിക്കുന്നത് ഡ്രോഫ്റ്റ്സിന്. നമ്മൾ എന്താ പറയുക ബോധപൂർവം അല്ലാതെ ഡോർഫ്സ് VES എന്ന് എഴുതുവാണെങ്കിൽ ദാറ്റ്സ് ഹിസ് കോൺട്രിബ്യൂഷൻ. കാരണം പുള്ളിയുടെ ബുക്സിലാണ് അങ്ങനെ ഒരു സ്പെല്ലിംഗ് കൊണ്ടുവന്നത്. എനിക്ക് ലാംഗ്വേജ് എനിക്ക് ഇപ്പോഴും അതല്ല ഓർമ്മയുണ്ട്. ആ ബുക്കിൽ നിന്ന് ഞാൻ ഒരുപാട് വേർഡ്സ് ഞാൻ ഫസ്റ്റ് ആയിട്ട് കേട്ടതും പഠിച്ചതും എനിക്കിപ്പോഴും ഓർമ്മയുള്ളത് മിർത്ത്, MIRTH ഒക്കെ ആദ്യമായിട്ട് കേൾക്കുന്നത് ഞാൻ അതിൽ നിന്നാണ്. അങ്ങനെ ഒരുപാട് വേർഡ്സ് ഉണ്ട് ഞാൻ അതിൽ നിന്ന് പഠിച്ചത്, ഓൾഡ് ഇംഗ്ലീഷ് വേർഡ്സ്. ഈ സ്കാർഫും സ്കാർബ്സും അതുമാതിരി തന്നെയല്ലേ ഡ്വാർഫും ഡ്വാർഫ്സും? അല്ല, അല്ല FS. ഞാൻ എത്രയും കാലം അതാണ് അത് ടോൾക്കിയന്റെ ഞാൻ ഇതാണ് FS ഇൻഫ്ലുവൻസ് അല്ല ആണ്. ഞാനും VES ആയിരുന്നു ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാനും VES. പിന്നെ ഇത് പറഞ്ഞു വെച്ചപ്പോ ഇത് ശരിയാകാൻ വഴിയില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ പഴയ സ്നോ വൈറ്റ് എന്ന 7 ഡോർഫ്സിന്റെ ഒക്കെ പഴയ കോപ്പീസ് ഒക്കെ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കി. പഴയതിലും പുതിയതിലും ഒക്കെ സെവൻ ഡ്വാർഫ്സ് FS FS ആണ് ആ ടൈറ്റിലുള്ളത്. ടൈറ്റിലുള്ളത്. അപ്പോഴാണ് ഞാൻ നോട്ടീസ് ചെയ്യുന്നത് ഇപ്പൊ ഇത്രയും നാൾ ഞാൻ ഇത് തെറ്റായിരുന്നു. അത് ടോൾക്കിയന്റെ സംഭാവനയാണ്. ഹീ അനുപേ, മേഡ് ഇറ്റ്. പുതിയ പുസ്തകം എഴുതുമ്പോ ഇതുപോലൊരു വേർഡ് ഉണ്ടാക്കിയോ? കുറെ വർഷം കഴിഞ്ഞ് ഉണ്ടാക്കാം. പിള്ളേര് കുറെ വർഷം കഴിഞ്ഞ് പിള്ളേര് അനൂപിനെ ഓർമ്മിക്കും. ഉണ്ടാക്കണം. നമുക്കല്ല ലിറ്ററേച്ചർ എഴുതുക എന്നതിന്റെ ഉദ്ദേശം ഇതാണല്ലോ, പുതിയ വേർഡ്സ് നമ്മൾ കൊണ്ടുവരണം. ലൈക്ക് ഷേക്സ്പിയർ. ഇപ്പൊ ലിറ്ററേച്ചർ അല്ല കൊണ്ടുവരുന്നതേ ഉള്ളൂ. ഇപ്പം എല്ലാ തവണത്തെയും വേർഡ് ഓഫ് ദ ഇയർ എന്ന് പറയുന്നത് മുഴുവനും ഈ ജെൻസി ലിംഗോ ആണല്ലോ. എന്താണ് ഡെലൂലു. റേജ് ബെയ്റ്റ്, ഡെലൂലു. ബ്രെയിൻ റോട്ട്. പുസ്തകങ്ങൾ ആരും വായിക്കാറില്ല, അതുകൊണ്ട് ആർക്കും അറിയില്ല പുസ്തകങ്ങളുടെ. എനിവേസ്, എനിത്തിങ് എൽസ് ഓൺ ലോർഡ് ഓഫ് ദ റിംഗ്സ്? അല്ലെങ്കിൽ ഓക്കെ, ഞാൻ വേറൊരു ബുക്കിനെ കുറിച്ച് പറയാം. ഇത് സീരീസ് ഉണ്ട്, ആരെങ്കിലും കണ്ടിട്ടുണ്ടെന്നറിയില്ല. ഇറ്റ്സ് കോൾഡ് നോസ്ഫെറാറ്റു, NOS4A2. ഇത് സ്റ്റീഫൻ കിങ്ങിന്റെ മോന്റെയാണ്, ജോഹൽ. ജോഹലിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ബേസിക്കലി ഹി യൂസ്ഡ് ദ ലാസ്റ്റ് നെയിം ആസ് ഹിസ് മിഡിൽ നെയിംസ് ഫസ്റ്റ് ഹാഫ്. ജോസഫ് ഹിൽസ്ട്രോം കിങ് എന്നാണ് അവന്റെ പേര്. അപ്പം കിങ് എന്നുള്ള പേര് ഇതിൽ പുസ്തകത്തിൽ വേണ്ട എന്നും പറഞ്ഞിട്ട് പുള്ളി ജോഹിൽ എന്ന് പേരിട്ടിരിക്കുന്നതാണ്.
അത് നന്നായി. അല്ലെങ്കിൽ ജോക്കിംഗ് ആയേനെ. ജോക്ക് ജോക്കിംഗ്. ജോക്കിംഗ് ആയേനെ. ജസ്റ്റ് ജോക്കിംഗ്. അപ്പോ ഇത് അഗെയിൻ ഐ ലവ്ഡ് ദ വേൾഡ് ബിൽഡിംഗ് ഇൻ ദിസ്. സംഭവം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ദർ ഇസ് ദിസ് ഗേൾ, പുള്ളിക്കാരത്തി ഒരു 12 വയസ്സൊക്കെ ഉണ്ടായിരുന്നപ്പോൾ പുള്ളിക്കാരത്തിക്ക് ഒരു സൈക്കിളുണ്ട്. ഈ സൈക്കിളും കൊണ്ട് ഭയങ്കര സ്പീഡില് ഒരു കവേർഡ് ബ്രിഡ്ജ് ഉണ്ട്. അതിന്റെ അകത്തുകൂടെ പോകുമ്പോൾ ഷീ ഗെറ്റ്സ് ടെലിപോർട്ടഡ് ആൻഡ് ഷീ എൻഡ്സ് അപ്പ് ഇൻ ടു എ വേൾഡ് കോൾഡ് ക്രിസ്മസ് ലാൻഡ്. ക്രിസ്മസ് ലാൻഡിൽ എല്ലാം ക്രിസ്മസ് പോലെയാണ്, ബട്ട് ബേസിക്കലി ഇറ്റ് ഇസ് എ പ്ലേസ് വെയർ ദ സോൾസ് ഓഫ് കിഡ്നാപ്ഡ് ചിൽഡ്രൻ ആർ സ്റ്റോർഡ്. അപ്പോൾ ബേസിക്കലി ഒരു ക്യാരക്ടർ ഉണ്ട്, ഈ നോസ്ഫെറാറ്റു എന്ന് പറയുന്ന ക്യാരക്ടറിന് അയാൾക്കൊരു റോൾസ് റോയ്സ് ഫാൻറ്റം കാറുണ്ട്. ആ റോൾസ് റോയ്സ് ഫാൻറ്റം കാറിൽ അയാൾ വന്ന് കുട്ടികളെ കിഡ്നാപ്പ് ചെയ്തു പോകും റിയൽ വേൾഡിൽ നിന്ന്. ആൻഡ് ദെൻ ഹി ടേക്ക് ദിയർ സോൾസ് ആൻഡ് ഹി ഡംപ് ദം ഇൻ ദിസ് ക്രിസ്മസ് ലാൻഡ് ആൻഡ് യൂസ് ഇറ്റ് ഫോർ ഹിസ് നറിഷ്മെന്റ്, സംതിങ് ലൈക്ക് ദാറ്റ്. അപ്പോൾ ഇവള് ഫസ്റ്റ് ടൈം അവിടുന്ന് രക്ഷപ്പെട്ട് തിരിച്ചു വന്നതാണ് ഫ്രം ക്രിസ്മസ് ലാൻഡ്. ഷീ സർവൈവ്സ് ദിസ് ഗൈ ആഫ്റ്റർ എ ലോങ് ടൈം. ഇത് കഴിഞ്ഞിട്ട് ഇവളുടെ ഈ കൊച്ചിൻ ഇവളുടെ മോനെയോ എന്തോ കാണാതെ പോകും. സോ ഷീ റിയലൈസസ് ദാറ്റ് ദിസ് ഗൈ ഹാഡ് ടേക്കൺ ആൻഡ് ആഫ്റ്റർ ഓൾ ദീസ് ഇയേഴ്സ് ഷീ ഗോസ് ബാക്ക്. ആ സൈക്കിൾ എടുത്തിട്ട് ആ ടണലിൽ കൂടെ ഭയങ്കര ബ്രിഡ്ജ്, കവേർഡ് ബ്രിഡ്ജിന്റെ അകത്തോട്ട് ഭയങ്കര സ്പീഡിൽ പോയിട്ട് ഷീ ഗോസ് ദെയർ ടു റിട്രീവ് ഹെർ ചൈൽഡ്. എനിക്ക് തോന്നുന്നു ജോ ഹിലിന്റെ വർക്ക്സിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ബുക്കാണ്, ഫോർ വിതൗട്ട് എനി ഡൗട്ട്. ബ്രില്യൻറ്റ് വേൾഡ് ബിൽഡിംഗ്. ആ വില്ലൻ ക്യാരക്ടർ ഇസ് എക്സ്ട്രീംലി ക്രീപ്പി, വെരി റിലേറ്റബിൾ പ്രൊട്ടഗണിസ്റ്റ്. അങ്ങനെയുള്ളൊരു പുസ്തകമാണ്. അതിന്റെ ഒരു സീരീസ് ഉണ്ട്, കാണാമെന്ന് വിചാരിച്ചു, പക്ഷെ എനിക്ക് സമയം കിട്ടിയില്ല. ഇയാളുടെ ഒരു ഡോക്ടർ സ്ലീപ്പ് അല്ലല്ലോ, അങ്ങനത്തെ ഒരു ബുക്കില്ലേ ഇതുമാതിരി സോളിലെ? അത് പക്ഷെ അത് കുറച്ചൊരു സ്റ്റീഫൻ കിങ്ങിന്റെയാണ്. ഡോക്ടർ സ്ലീപ്പ് സ്റ്റീഫൻ സ്റ്റീഫൻ കിങ്ങിന്റെ കിങ്ങിന്റെയാണ്. ഒരു സെയിം അല്ല, പക്ഷെ അഗൈൻ അബൌട്ട് എക്സ്ട്രാ സെൻസറി പെർസെപ്ഷൻ ഉള്ള കുട്ടികളുടെ സോൾ ഫീഡ് ചെയ്യുന്ന ഒരു വില്ലൻ ഒരു പെണ്ണ്, ജിപ്സി ഒരു പെണ്ണ്, ഗ്രൂപ്പ്. ആ ഒരു ജിപ്സി. പെണ്ണ്. അതിന്റെ ഒരു അത് ബേസിക്കലി ഡോക്ടർ സ്ലീപ്പ് എന്ന് പറയുന്ന മറ്റേ ഷൈനിങ്ങിലെ ക്യാരക്ടർ ആണല്ലോ, വലുതായിട്ട്. യെസ്, കറക്റ്റ്. അതന്നെ. ഒരു സീരീസ് വന്നിട്ടുണ്ട് നെറ്റ്ഫ്ലിക്സിൽ, നോസ്ഫെറാറ്റു സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ആണല്ലേ. ഇത് ബുക്ക് വാസ് റിയലി ഗുഡ്. ഐ അബ്സല്യൂട്ട്ലി എൻജോയ്ഡ് ദ ബുക്ക്. ഞാൻ ഹോൺസ് വായിക്കാൻ തുടങ്ങി, പക്ഷെ എനിക്ക് അത്ര ക്ലിക്ക് ആയില്ല. ഓഡിയോ ബുക്ക് ഭയങ്കര നല്ല അതിന്റെ ഓഡിയോ ബുക്ക്. അനിൽ റാറ്റിഫിന്റെ എനിക്ക് ഒരു മൂവി വന്നിരുന്നു. അത് അയ്യോ, ദാറ്റ് മൂവി ഈസ് ഹോറിബിൾ. Don't even watch that movie. ബുക്ക് വാസ് മച്ച് ബെറ്റർ. ഹോൺസും ഹാർട്ട് ഷേപ്ഡ് ബോക്സും രണ്ടും ഞാൻ ഓഡിയോ ബുക്കാണ് കേട്ടത്. ചിലപ്പോൾ അതിന്റെ ആയിരിക്കും. ആ ഓഡിയോ ബുക്ക് വാസ് വെരി വെൽ നറേറ്റഡ്. മേ ബി. ഓക്കെ, അത് ട്രൈ ചെയ്ത് നോക്കാം. പിന്നെ പുള്ളിയുടെ ലോക്ക് ആൻഡ് കീ ലോക്ക് ആൻഡ് കീ അത് മറ്റേ ഇതാണല്ലോ, ഗ്രാഫിക് നോവൽ സീരീസ്. ഞാൻ പക്ഷെ സീരീസാ കണ്ടത്, പക്ഷെ ഐ വാസ് വെരി ഇൻവെസ്റ്റഡ്. ഭയങ്കര ഞാൻ കണ്ടിട്ടില്ല, series ഭംഗിയായി കണ്ടിട്ടില്ല. ചെയ്തു. ഐ തിങ്ക് ഇറ്റ്സ് എ ഗുഡ് വാച്ച്. ഓക്കെ. വെരി എന്റർടൈനിങ്. ഒരു ഭയങ്കര രസമുള്ളൊരു വേൾഡ് ബിൽഡിംഗ് ആണ്. കുറെ താക്കോലുകളുടെ കഥയാണത്. ഓരോ താക്കോലിനും ഓരോ കഴിവുണ്ട്. മെമ്മറി പാലസിൽ പോവാൻ പറ്റുന്നതും നല്ല രസമുള്ള. അതിലും ഒരു വിച്ച് ആണ് അതില് മെയിൻ വില്ലൻ ആയിട്ടുള്ളത്. ഒരു വിച്ച് ആണ്. വിച്ച് പോലൊരു ക്യാരക്ടർ. ബട്ട് അഗൈൻ ഗുഡ്. പക്ഷെ നോട്ട് സ്റ്റീഫൻ കിങ്. നമുക്കിത് രണ്ടും രണ്ട് ആൾക്കാരായിട്ട് കണ്ടിട്ട് വേണം ബുക്ക് വായിക്കാൻ. ഡു നോട്ട് Do എക്സ്പെക്ട് not expect ഫ്രം ജോയൽ. ഇറ്റ് ഇസ് നോട്ട് ഗോയിങ് ടു ഹാപ്പൻ. അപ്പൊ അത് എനിക്ക് മെന്റലി അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. വായിച്ചപ്പം ഐ വാസ് എക്സ്പെക്ടിങ് സ്റ്റീഫൻ കിങ്ങിന്റെ പോലെ ഒരു എഴുത്താണ് ഞാൻ പ്രതീക്ഷിച്ചത്. പക്ഷെ അതിന്റെ എന്റെ I തെറ്റാണ്. mean, don't expect that. ഞാൻ ആക്ച്വലി അങ്ങനെ ഒരു മൈൻഡ് സെറ്റ് ഇല്ലാതെയാണ് പോയത്. So that is why I absolutely loved Horns. I absolutely loved Heart Shaped Box. Nosferatu എടുത്തപ്പോൾ it was like a cut above the rest. It's like judging Pranav Mohanlal and Dulquer's work based on what their fathers have done. It's very unfair to them.
പിന്നെ 2 ബുക്സ് എക്സാക്ട്ലി സെയിം കോൺസെപ്റ്റ്. മരിക്കുന്നതിന് മുമ്പ് ഒരു വേൾഡിൽ ട്രാപ്ഡ് ആവുന്ന ആളുകള്. വൺ ഈസ് മിഡ്നൈറ്റ് ലൈബ്രറി. അതൊരു പെണ്ണാണ് മരിക്കുന്നത്. ഷീ ഗെറ്റ്സ് ട്രാപ്ഡ് ഇൻസൈഡ് എ ലൈബ്രറി ആൻഡ് ഷീ ഹാസ് ടു റിയലി read the books and get over the regrets in her life. Uh, Decent read. I mean, I don't think it is exceptional. പിന്നെ അതുപോലെ ടി ജെ ക്ലൂന്റെ അണ്ടർ ദ വിസ്പറിംഗ് ഡോർ, അതും ഇതുപോലെ തന്നെ ഒരു കഫേ ഉണ്ട്. കഫേയിലാണ് സോൾസ് പോയി ട്രാപ്ഡ് ആവുന്നത്. അതിലൊരു ഒരു ക്വിയർ ലവ് സ്റ്റോറിയുടെ ആംഗിളും ഒക്കെ ഉണ്ട് അതിൻ്റെ അകത്ത്. ഐ മീൻ ടി ജെ ക്ലൂൺ ഐ തിങ്ക് ഇസ് എ ക്വിയർ ഓഥർ. അപ്പോൾ പുള്ളിയുടെ എല്ലാ നോവലിലും ആ ക്വിയർ ലവിന്റെ ഷെയ്ഡ്സ് ഒരുപാടുണ്ട് അതിൻ്റെ അകത്ത്. അങ്ങനത്തെ ഒരു സാധനമായിരുന്നു. രണ്ടും അഗൈൻ ഗുഡ് ഗുഡ് റീഡ്സ് വായിക്കാൻ പറ്റിയ സാധനമാണ്. നല്ല രസമാണ്. ബട്ട് ഐ മീൻ ഐ ഡിഡ്ന്റ് ഫീൽ ഈദർ ഓഫ് ദെം ആർ മസ്റ്റ് റീഡ്സ്. I പിന്നെ actually liked Midnight's Library. എനിക്കത് വായിച്ചു ഇഷ്ടപ്പെട്ടാണ്. ഭയങ്കരമായിട്ട് വർക്ക്ഔട്ട് ആയ ഒരു ബുക്കാണ്. ബിക്കോസ് ആ ബുക്കില് ഷീ ഡിസൈഡ്സ് ടു അൺലിവ് ഹെർസെൽഫ്. അങ്ങനെയാണ് പുള്ളിക്കാരത്തി ഈ ഇൻ ബിറ്റ്വീൻ സ്പേസിൽ എത്തുന്നത്. ആൻഡ് ദെൻ ഈച്ച് ബുക്ക് ഇൻ ദ ലൈബ്രറി ഈസ് അബൌട്ട് വാട്ട് ഹെർ ലൈഫ് ക്യാൻ ബി, കുഡ് ഹവ് ബീൻ. ഓരോ അപ്പം ഒരെണ്ണം എടുത്തു കഴിയുമ്പം പുള്ളിക്കാരത്തി എന്തോ സ്വിമ്മറോ അങ്ങനെ എന്തോ ആയിരുന്നു. അങ്ങനെ എന്തോ ഒരു അത്ലറ്റിക് പേഴ്സൺ ആയിരുന്നു. ഗോസ് ഇൻ ടു ഒരു എന്തോ ഒരു ആക്സിഡന്റോ പറ്റിയിട്ട് ഷീ ലൂസസ് ഔട്ട് She ഓൺ loses that ability. എബിലിറ്റിയോ എന്തോ. അതാണ് ഹെർ ഡിസെൻഡ് ഇൻ ടു ഇങ്ങനത്തെ ഒരു ലൈഫിലേക്ക് എത്തിയതും. ഹെർ ഡിപ്രഷന്റെ ഒക്കെ ബേസിസ് അതാണ്. പല പല ബുക്കുകൾ കിട്ടും. അതിൽ ഒരെണ്ണത്തില് ഷീ ഇസ് മാരിഡ് വിത്ത് എ ചൈൽഡ്, ഒരെണ്ണത്തില് ഷീസ് ബിക്കം എൻ ഒളിമ്പിക് സ്റ്റാർ. ബേസിക്കലി ദ ബുക്ക് ഇസ് അബൌട്ട് what are your options, what will you do if you get a second chance to live life differently എന്നുള്ളതാണ്. അപ്പൊ എനിക്ക് നല്ലോണം വർക്ക്ഔട്ട് ആയ ഒരു ബുക്കാണത്. മറ്റേ കോഫി ഷോപ്പിന്റെ പറഞ്ഞപ്പം ഒരു ജാപ്പനീസ് ഇതുണ്ടല്ലേ, ടെയിൽസ് ഫ്രം ദ കോഫി ഷോപ്പ്, നിങ്ങൾ ആരെങ്കിലും വായിച്ചിട്ടുണ്ടോ? അതൊരു കൾട്ട് ക്ലാസിക് ആണ്. ബിഫോർ ദ കോഫി ഗെറ്റ്സ് കോൾഡോ കേട്ടിട്ടില്ല നിങ്ങളാരും? അയ്യോ, അതൊരു കൾട്ട് ക്ലാസിക് ആണ്. ദിസ് ഇസ് എ സ്മോൾ കോഫി ഷോപ്പ്. ഇറ്റ്സ് റൺ ബൈ ഒരു കപ്പിൾ ആൻഡ് ദെയർ ഡോട്ടർ ഉണ്ട്. there are people who come there and ഈ കോഫി കോൾഡ് ആവുന്നതിന് മുമ്പ് യു ക്യാൻ ടൈം ട്രാവൽ എന്നുള്ളൊരു ഇത്. യു നീഡ് ടു ബി ബാക്ക് ബിഫോർ ദ കോഫി ഗെറ്റ്സ് കോൾഡ് എന്നിട്ട് അതൊരു കൾട്ട് ക്ലാസിക് ആണ്. അത് 3 part സീരീസ് ആണ്. ഫസ്റ്റ് ബുക്ക് ഇസ് റിയലി ഗുഡ്. ദ അതർ ആണ്. വായിച്ചിട്ടില്ലെങ്കിൽ വായിക്കണം. This is where all these മറ്റേ ജാപ്പനീസ് സ്റ്റോറീസ് ഓഫ് ഒരു ജോണർ ഉണ്ട് അവർക്ക് ഇപ്പൊ ഇങ്ങനത്തെ വേർ ദേ ടോക്ക് അബൌട്ട് ഇങ്ങനത്തെ സ്മോൾ കോസി കോഫി ഷോപ്സ് ആൻഡ് ടൈം ട്രാവൽ ജോണർ ഉണ്ട് അവർക്ക്. ഇനി ഫാന്റസി ജോണറിൽ ഇതുപോലെ ഭയങ്കര ഹൈലി റെക്കമെൻഡ് ചെയ്തിട്ടും ഭയങ്കര ഹൈലി റേറ്റഡ് ആയിട്ട് ഒരു പുസ്തകം കണ്ടത് ദി അഡ്വെഞ്ചേഴ്സ് ഓഫ് ആമിന എൽ സറാഫി എന്ന് പറഞ്ഞിട്ട്. ഇറ്റ് ഇസ് ഷാനൺ ചക്രബർത്തി. എനിക്ക് തോന്നുന്നു പുള്ളിക്കാരത്തി, ഐ മീൻ ഷീസ് എ വെസ്റ്റേണർ മാരിഡ് ടു എൻ ഇന്ത്യൻ ഓർ സംതിങ്. ഇറ്റ്സ് അബൌട്ട് എ ഫീമെയിൽ പൈററ്റ് ഹൂ ഓപ്പറേറ്റ്സ് ഇൻ ദ ഇന്ത്യൻ ഓഷ്യൻ. പുള്ളിക്കാരത്തിയുടെ ഒരു എക്സ് ക്രൂ മെമ്പറുടെ മോള് കിഡ്നാപ്പ് ചെയ്യപ്പെടുന്നു. ആൻഡ് ദേ ആർ ആസ്കിങ് ഹെർ ടു റിട്രീവ് ദിസ്. ഇത് മറ്റേ ജിന്നും സൂപ്പർ നാച്ചുറൽ ക്രീച്ചേഴ്സും ഒക്കെയുള്ള വാട്ടേഴ്സാണ്. I think about 80% of it was fun. The end was very disappointing for me. And more than that, I think the characters I felt were trying to be very cool and chill. Yeah, I mean, I don't see what everybody loved about it. എപ്പോഴും അതിന് 4.11 എന്തുവാണ് റേറ്റിംഗ്. മറ്റേ മിഡിൽ ഈസ്റ്റേൺ കൾച്ചറും ഒക്കെ വെച്ചിട്ടുള്ളൊരു സാധനമാണ്. ബട്ട് ഇറ്റ് ഡിഡ്ന്റ് വർക്ക് ഫോർ മീ. But it may work for others. I don't know why it didn't work for me. Again, Francis Etikora. Highly rated ആണ്, but ending not so much. എൻഡിങ് മാത്രമല്ലോ, അതിൽ ഇട്ടിക്കൊരയുടെ സ്റ്റോറി ഈ പറഞ്ഞമാരെ ഇടയ്ക്കൊക്കെ എത്തൂരം വിക്കിപീഡിയ ആണ് അതിനകത്തുള്ളത്.
ഫ്രം എ ലിറ്റററി പെർസ്പെക്റ്റീവ് വളരെ ഒരു ഇത്തിരി ശോകമാണ്. എനിത്തിങ് എൽസ് ഓൺ ഫാന്റസി? നമ്മളൊരു സാധനം വിട്ടുപോയി. അമേരിക്കൻ അമേരിക്കൻ ഗോഡ്സ്. ഗോഡ്സ്. അഗെയിൻ സീരീസ് വലിച്ച് നീട്ടി ഈ കാണാകൊണാക്കിയ ഒരു സാധനമായിരുന്നു. ആസ് ഇൻ ബുക്ക് അത്യാവശ്യം വലിച്ചു നീട്ടല് തന്നെയാണ്. ബേസിക്കലി പ്രിമൈസ് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഫോർ ദോസ് ഓഫ് യു ഹു ഹാവ് നോട്ട് റെഡ് ഇറ്റ്, there is this guy. He comes out of the jail and finds that his wife, to whom he was coming back to, cheated on him and died the same night he was getting out. And he's like completely എന്താ പറയണേ, ഗ്രൗണ്ട് അണ്ടർ ഹിസ് ഫീറ്റ് ഇസ് വാഷ്ഡ് അവേ എന്ന് പറയുന്ന പോലത്തെ സിറ്റുവേഷൻ ആണ്. He doesn't know what to do. He doesn't know where to go. A guy called Wednesday comes to him. എന്നിട്ട് പറയും, എനിക്കൊരു ബോഡി ഗാർഡിനെ വേണം. ഞാൻ അക്രോസ് US ഒരു യാത്ര പോവുകയാണ്. എൻ്റെ കൂടെ എൻ്റെ ബോഡി ഗാർഡായിട്ട് വരൂ. He has nothing else to do. He goes with him. They start meeting these characters. Slowly you start realizing that ആദ്യമൊക്കെ you don't get it. കുറച്ച് കഴിയുമ്പോൾ you start realizing that each of these are gods. ഉം. They all used to be gods somewhere, some part of the world. എന്നിട്ട് as people stopped believing in the gods, people started spending more times with media and all of that. ബുക്കില് കുറച്ചും കൂടി മീഡിയയാണ്, TV, റേഡിയോ അങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ്. TV സീരീസ് ആയപ്പോൾ എനിക്ക് തോന്നുന്നു സോഷ്യൽ മീഡിയ ഒക്കെ ആയി, കുറച്ചുകൂടി മുന്നോട്ടായി. അപ്പോൾ ഇറ്റ്സ് ബേസിക്കലി ഈ രണ്ട് ഗോഡ്സും മീഡിയയും തമ്മിലുള്ള ക്ലാഷ് നടക്കാൻ പോവാണ്. ആൻഡ് ദാറ്റ്സ് വെയർ ദീസ് ടു ഗൈസ് ആർ ട്രൈങ് ടു. ഈ വെനസ്ഡേ എന്ന് പറയുന്ന ആക്ച്വലി ഇങ്ങേരാണ്, വോർഡിനാണ്. പോട്ടാണ്. അപ്പം പുള്ളി പോയിട്ട് ഓരൻ. ഈ ഗോഡ്സിനെ അണിനിരക്കാൻ പോകുന്നതാണ് സംഭവം. ചുരുക്കത്തിൽ അമേരിക്കയിലേക്ക് കുടിയേറിയ സംസ്കാരങ്ങൾ അവരുടെ ദൈവങ്ങളെയും കൂടെ കൊണ്ടുപോയി. പക്ഷെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ആളുകൾക്ക് ദൈവങ്ങളിലുള്ള പ്രസക്തി അങ്ങ് പോയി കഴിഞ്ഞപ്പോൾ എല്ലാവരും പുതിയ ദൈവങ്ങളുടെ പുറകെ. സോഷ്യൽ മീഡിയ, ടെലിവിഷൻ, അതൊക്കെ പേഴ്സോണിഫൈ ചെയ്യുന്ന ഒരാളുണ്ടാവും എപ്പോഴും, ടെക്നോളജി ഇതിനൊക്കെ വേണ്ടിയിട്ട്. അതിൽ പല ദൈവങ്ങളെയും മീറ്റ് ചെയ്യുന്നപ്പോൾ നമ്മുടെ ഗണേശനെയൊക്കെ പറ്റി അതിൽ പറയുന്നുണ്ട്. ഗണേശൻ ചില ദൈവങ്ങളുടെ പേര് പോലും കാളി പറയാൻ കാളി പറ്റില്ല. കാളിയുണ്ട്. അതൊരു മെരിഗോ റൗണ്ടിനകത്ത് ആണ് ഇവരെയൊക്കെ മീറ്റ് ചെയ്യുന്നത്. അങ്ങനത്തെ ഒരു സീൻ ഉണ്ട്. ഒന്നിച്ചൊരു മീറ്റിംഗ്. അനാൻസി, മിസ്റ്റർ നാൻസി. മിസ്റ്റർ നാൻസി. അതിൽ ചില സാധനങ്ങളുണ്ട്, ചില വിഗ്നറ്റ്സ് ഉണ്ട്, ചില സ്റ്റോറീസ് ഉണ്ട് ചില ദൈവങ്ങളുടെ. ഇപ്പൊ ആസ്ടെക്സിന്റെ ദൈവത്തിന്റെയും, അതുപോലെ ഇഫ്രിത്തിന്റെ ഒരു കഥയുണ്ട്. ഒരു ഇഫ്രിത്ത് US-ല് ഒരു ടാക്സി ക്യാബ് ഡ്രൈവറാണ്. അയാളുടെ ലൈഫ് വെച്ച് മാറുന്നുണ്ട് വേറൊരാളുമായിട്ട്. ആ കഥയൊക്കെ ഭയങ്കര രസമുള്ള കഥകളാണ്. അങ്ങനെ കുറെ കുഞ്ഞു കുഞ്ഞു കഥകൾ. അതൊക്കെ വേറെ മെയിൻ സ്റ്റോറി ലൈൻ കഴിയുമ്പോൾ അത് കഴിഞ്ഞിട്ട് ഒരു ഇറ്റാലിസൈസ് ചെയ്ത് എഴുതിയിരിക്കുന്ന ചെറിയ ചെറിയ കഥകളുണ്ട്. അതൊക്കെ നല്ല രസമായി വായിക്കാൻ. ഈ ഐറിഷ് ഒരു കഥയുണ്ടായിരുന്നു, ഒരു പിക്സിയുടെ കഥ. ലെപ്രക്കോണ്ട്. അതെ, ലെപ്രക്കോണ്ട് ഒരു കഥ. ലെപ്രക്കോണ്ട് നല്ല കഥയാണ്. ബ്രെഡ് കൊടുക്കുന്ന ഒരു പെണ്ണ്, ബ്രെഡ് കൊടുക്കുന്ന. ആക്ച്വലി ഇവര് മീറ്റ് ചെയ്യുന്ന ആളുകൾക്ക് എല്ലാവർക്കും, എല്ലാ ഗോഡ്സിനും ഒരു ബാക്ക് സ്റ്റോറി ഉണ്ട്. ആ ബാക്ക് സ്റ്റോറീസ് എല്ലാം നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് പറഞ്ഞു പോകുന്നുണ്ട്. അത് അവരുടെ കൾച്ചർ അത്യാവശ്യം നന്നായിട്ട്. അതിനകത്തൊരു കാര്യം പറയുന്നുണ്ട് കേട്ടോ, ചെറിയൊരു ഡയലോഗാണ്. ജീസസ് ഇപ്പോ അഫ്ഗാനിസ്ഥാനിലൊരു ഷെപ്പേർഡായിട്ടാണ് മാസ്കറേഡ് ചെയ്യുന്നത്. കാരണം പുള്ളി ആരും തിരിച്ചറിയില്ല അവിടെ പോയി കഴിഞ്ഞാൽ. എല്ലാവരും താടി മുടി വളർത്തി നീളം ഡ്രസ് ഇട്ട് നടക്കുന്ന ആൾക്കാരാണ്. ഷെപ്പേർഡ്. പുള്ളിയുടെ പണി തന്നെ പുള്ളി ഏറ്റെടുത്തു. ഷെപ്പേർഡാണ്, ലിറ്ററൽ ഷെപ്പേർഡാണ്. അങ്ങനെ കുറെ കഥകൾ. ഒരു ദൈവത്തിനെ പറ്റി ഇതിൽ പറയുന്നൊരു സംഭവമുണ്ട്. അത് ഏത് ദൈവമാണെന്ന് ഞാൻ പല ഫോറംസിലും നോക്കി. അതായത് ആ ദൈവത്തിന്റെ പേര് ചോദിക്കുന്നുണ്ട്, പക്ഷെ അടുത്ത നിമിഷം നമ്മളത് മറന്നു പോകും. കാരണം ഹീസ് ദ ഗോഡ് ഓഫ് മെമ്മറി. അങ്ങനെ ഒരു സീക്വൻസ് ഉണ്ട് അതിനകത്ത്. ചെറിയ സാധനങ്ങളാണ്. അങ്ങനെ കുഞ്ഞു കുഞ്ഞു സംഭവങ്ങളുണ്ട്. നല്ല രസമാണ് അതൊക്കെ വായിക്കാൻ. അങ്ങനെ വളരെ ഹൈറ്റ്സ് ഓഫ് ഇമാജിനേഷൻ. അമേരിക്കൻ ഗോഡ്സ് വായിക്കാത്തവർ സീരീസ് കാണുന്നതിന് മുമ്പ് ബുക്ക് വായിക്കുക. അതാണ് എനിക്ക് പറയാനുള്ളത്. ബുക്ക് വായിച്ചില്ലെങ്കിലും ആ ഗ്രാഫിക് നോവൽ വായിക്കാം. 3 പാർട്ട് ഗ്രാഫിക് നോവൽ ഉണ്ട്. ബ്യൂട്ടിഫുള്ളി ഇല്ലസ്ട്രേറ്റഡ്.
കൂടെ പറയാവുന്നതാണ് ഗുഡ് ഓമെൻസ് ആക്ച്വലി. കുറച്ചുകൂടെ ലൈറ്റ് ഹാർട്ടഡ് ആണത്. അത് മറ്റേ ഇയാളും കൂടെ ഉണ്ടല്ലോ, ടെറി പ്രാച്ചറ്റ്, ഡിസ്ക് വേൾഡ് മാമൻ. അതുകൊണ്ടാ ഞാൻ പറഞ്ഞത്. ഞാൻ ഒന്നും വായിച്ചിട്ടില്ല Good ഡിസ്ക് വേൾഡ് characters. സീരീസിൽ. ഞാൻ ഡിസ്ക് വേൾഡ് ഒരെണ്ണം വായിക്കാൻ നോക്കി, ഒരെണ്ണം എനിക്കങ്ങ് വായിച്ചിട്ട്. പോയില്ല. എനിക്കങ്ങ് പോയില്ല. ആമയുടെ ഓക്കെ, പുറത്തൊരു ഉം. അങ്ങനെ ഒരു എന്തോ. ലോകം. ആ, ഉം. നമ്മുടെ കുറച്ച് സങ്കല്പമൊക്കെ തന്നെയാണത്. similar നമുക്കും അങ്ങനെ ഒരു സങ്കല്പമല്ലേ, ആമയുടെ പുറത്താണ് വേൾഡ് എന്ന് പറഞ്ഞിട്ട് അതിന്റെ ഇതൊരു. അതെ, ആമയുടെ പുറത്ത് universe. എട്ടാനയുടെ പുറത്ത് ഭൂമി. അതെ. ഈ ആമ ഇരിക്കുന്ന അനന്തന്റെ തലയില് നമ്മളിത് പറയുമ്പം ആക്ച്വലി ഫാന്റസിയിൽ നമുക്ക് സൽമാൻ റാഷ്ദി ആക്ച്വലി ഫാന്റസിയുടെ ഉസ്താദാണ്. അങ്ങേരുടെ മിഡ് നൈറ്റ് ചിൽഡ്രൻ ഒക്കെ ഇത് എനിക്കിന്ന് വീണോ? ഞാനല്ല, ക്യാമറ വീണത്. ആരും ഈശ്വര, ഒന്നും സംഭവിച്ചിട്ടില്ല. ഓക്കെ ഓക്കെ. സോ സൽമാൻ റാഷ്ദിയുടെ പൊതുവെയുള്ള പുള്ളിയുടെ എല്ലാ ബുക്കും ഒരു മാജിക്കൽ റിയലിസത്തിന്റെ ഒരു ഹിന്റ് ഉണ്ട്. പക്ഷെ പുള്ളി ആക്ച്വലി ഇത് എഴുതിയിട്ടുണ്ട്, ഹാറൂൺ ആൻഡ് ദ സീ ഓഫ് സ്റ്റോറീസ് എന്ന് പറഞ്ഞിട്ട് ഒരു ബുക്ക് ഇറങ്ങിയിട്ടുണ്ട് പുള്ളിയുടെ. അതൊരു യങ് അഡൾട്ടിനും ഒക്കെ വായിക്കാൻ പറ്റുന്ന ഒരു ബുക്കാണ്. വെരി ഈ പറഞ്ഞ മാതിരി ഒരു അച്ഛനും മകനും കൂടെയുള്ള കഥകളുടെ സീ ഓഫ് സ്റ്റോറീസ് അത് തന്നെയാണത്. ഒരു എത്രയോ ദിവസത്തിന്റെ ഒരു കണക്കും ഒക്കെ ഉണ്ട് അതിൻ്റെ അകത്ത്. 1000 days അങ്ങനെ എന്തോ. എനിക്ക് തോന്നുന്നു ഇറ്റ്സ് പ്രോബബ്ലി ഇത് ടു അറേബ്യൻ നൈറ്റ്സിലേക്കുള്ളൊരു ഹിന്റൊക്കെ ആയിട്ടുള്ള ഒരു ബുക്ക്. പുള്ളിയുടെ ബുക്കിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ പറഞ്ഞ മാതിരി യു ഹാവ് ടു റീഡ് ബിറ്റ്വീൻ ദ ലൈൻസ്. അല്ലെങ്കിൽ നമുക്ക് നമുക്ക് എന്താണ് പുള്ളി ഉദ്ദേശിച്ചതെന്ന് നമുക്ക് മനസ്സിലാവില്ല. പക്ഷെ ഈ കഥകൾ മുഴുവനും മിഡ് നൈറ്റ് ചിൽഡ്രൻ ആണെങ്കിൽ ഇറ്റ്സ് അബൌട്ട് എന്താ പറയാ, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി അന്ന് രാത്രി 12 മണിക്ക്, കൃത്യം 12 മണിക്ക് ജനിച്ച കുട്ടികളുടെ ഒരു കഥയാണ്. ആൻഡ് ദ ക്ലോസർ ദേ ആർ ടു മിഡ് നൈറ്റ് ദേ ഹാവ് ഭയങ്കര പവേഴ്സ് ഉള്ള ആൾക്കാർ. അതിലൊരു 3 ക്യാരക്ടേഴ്സ് ആണ് അതിൽ ഏറ്റവും പവർഫുൾ ആയിട്ട് എന്നവർ പറയണത്. അതിലൊരു ഗേൾ ഉണ്ട്, ദെൻ ദർ ഇസ് ഒരു ഇവൻച്വലി ഹി ബിക്കംസ് എന്ത് കമാൻഡറോ ക്യാപ്റ്റൻ. എനിക്ക് തോന്നുന്നു അത് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ജിന്നയോ അങ്ങനെ ആരെയോ ആണ് ഇത് ചെയ്യുന്നത്. അപ്പൊ അമേസിങ് കഥകൾ പുള്ളി എഴുതിയിട്ടുണ്ട്. സോ ഒരു ലൈറ്റ് റീഡ് പുള്ളിയുടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് ഹാറൂൺ ആൻഡ് ദ സീ ഓഫ് സ്റ്റോറീസ് ആണ്. സിമിലർലി ആണ് മറ്റേ ചിത്ര ദിവാകരണി ബാനർജി പാലസ് ഓഫ് ഇല്യൂഷൻസ് എഴുതിയത്. അവര് ആക്ച്വലി പാലസ് ഓഫ് ഇല്യൂഷൻസ് ഓൾസോ ഇറ്റ്സ് ബേസ്ഡ് ഓൺ ദ്രൗപദിയുടെ കഥ. ഷീസ് ഓൾസോ റിട്ടൺ ദിസ് മിസ്ട്രസ് ഓഫ് സ്പൈസസ്, ഐശ്വര്യ റായുടെ മൂവി യു വാച്ച്ഡ്. അതിന്റെ ബുക്ക് ഇറ്റ്സ് അബൌട്ട് എ ലേഡി ഹു റൺസ് എ സ്പൈസ് ഷോപ്പ് ഹു ഗിവ്സ് ഔട്ട് അഡ്വൈസസ് ടു പീപ്പിൾ, റെസിപ്പീസ് ആൻഡ് അഡ്വൈസസ് ഓഫ് ലവ് ടു പീപ്പിൾ. പുള്ളിക്കാരത്തി ഒരു വിച്ച് എന്ന് പറയാൻ പറ്റില്ല, പക്ഷെ ഒരു എന്താ പറയാ കാര്യങ്ങൾ ഫോർച്യൂൺ കാണാൻ പറ്റുന്ന അങ്ങനെ ഒരു ലേഡിയാണ്. ഇവൻച്വലി ഷീസ് ട്രാപ്ഡ് ഇൻ ദാറ്റ് സ്പൈസ് ഷോപ്പ്. ഷീ കനോട്ട് ഗോ ഔട്ട്സൈഡ് ഓഫ് ദാറ്റ് സ്പൈസ് ഷോപ്പ്. ആൻഡ് വെൻ ഷീ ഫോൾസ് ഇൻ ലവ് വാട്ട് ഹാപ്പൻസ് എന്നുള്ളതാണ് റെസ്റ്റ് ഓഫ് ദ സ്റ്റോറീസ്. ഇറ്റ്സ് നോട്ട് ജസ്റ്റ് ഒരു ലവ് സ്റ്റോറി മാത്രമല്ല, ഇത് ഇങ്ങനെ കുറെ ഫാന്റസി എലമെന്റ്സ്. അതുമാതിരി ഷീസ് റിട്ടൺ ദിസ് എന്തോ ഒരു ഡ്രീംസ്, ഞാൻ പേര് മറന്നുപോയി അതിന്റെ. ദ ക്വീൻ ഓഫ് ഡ്രീംസ് എന്ന് പറഞ്ഞിട്ട് ഇതേമാതിരി എക്സ്ട്രാ സെൻസറി പെർസെപ്ഷൻ ഉള്ള ഒരു പെൺകുട്ടി. ആൻഡ് ഇറ്റ്സ് ഇഗൻസ്റ്റ് ദ ബാക്ക് ഡ്രോപ്പ് ഓഫ് ദ 9/11 ഇത് അറ്റാക്കിന് മുന്നിലൊരു കഥയാണ്. അതായത് ഈ കുട്ടി ഷീ ഡ്രോസ് എ പിക്ചർ വിത്ത് എ ബിൽഡിംഗ് ഓൺ ഫയർ വിത്ത് പീപ്പിൾ. ഒരു ഭയങ്കര മോർബിഡ് ആയിട്ടുള്ള ഒരു പിക്ചർ പുള്ളിക്കാരത്തി വരയ്ക്കുന്നതും ഇവൻച്വലി ടേൺസ് ഔട്ട് അറൌണ്ട് ആ സമയത്താണ് 9/11 ഉണ്ടാവുന്നതും ഒരു കഥ. വെരി വെരി ബ്യൂട്ടിഫുൾ. ഞാൻ ഐ ഹാഡ് എ ഫേസ് വേർ ഞാൻ ഇവരുടെ ബുക്കുകൾ ഫുൾ എടുത്ത് ബാക്ക് ടു ബാക്ക് വായിച്ചിരുന്ന ഒരു ഫേസ് എനിക്ക് ഉണ്ടായിരുന്നു. യങ് അഡൾട്ടില് ഷീസ് റിട്ടൺ ഒരു കോൺഷ് ബെയറർ സീരീസ്, 3 book സീരീസ്. I don't think it really works for us. പക്ഷെ if you've got ഒരു 13-14-year-old, it's probably a good series to look out for. ചിത്ര ബാനർജിന്റെ ഇതാണ്. സൽമാൻ റഷ്ദിയുടെ എനിക്ക് ഒരുപാട് വായിക്കണം എന്ന് ആഗ്രഹമുള്ള സാധനമാണ് വാട്ട് ഈസ് എ ഗുഡ്
one to start with. ഷാലിമാർ ദ ക്ലൗൺ എങ്ങനെയുണ്ട്? Excellent. It is. It paints Kashmir in a very different picture. It changed, and because നമുക്കൊക്കെ ഓർമ്മ വച്ച സമയത്ത് തന്നെ കശ്മീർ വാലി വാസ് ഓൾറെഡി ഒരു വളരെ ഡിസ്പ്യൂട്ടഡും അവിടെ ഓൾറെഡി കുറെ പ്രശ്നങ്ങൾ നടന്നു കഴിഞ്ഞിരുന്നു. ഡിസ്പ്ലേസ്മെന്റ് ഓഫ് ഹിന്ദു പണ്ഡിറ്റ്സ് നടന്നു കഴിഞ്ഞു. നമ്മുടെ മനസ്സിൽ കശ്മീരിനെ കുറിച്ചുള്ള പിക്ചർ പ്രോബ്ലി റോജ കണ്ടതിന്റെ ഒക്കെ ആയിരിക്കും. We've never thought of it as a place where people coexisted happily, where interreligious marriages were possible. ഈ ഒരു ഇതിൽ ഷാലിമാർ ദ ക്ലൗണിൽ ടോക്സ് അബൌട്ട് ഒരു എനിക്ക് തോന്നുന്നു മുസ്ലിം ഗേൾ മാരിങ് എ ഹിന്ദു ബോയോ അങ്ങനെ എന്തോ ഒരു കല്യാണത്തിന്റെ കഥയുണ്ട്. വെർ ദ എൻറ്റയർ വില്ലേജ് കംസ് ടുഗെദർ ടു സെലിബ്രേറ്റ് ദിസ് വെഡിങ്. അതിലവര് ഈ മറ്റേ ഇവര് കശ്മീരി നാൻ ഉണ്ടാക്കുന്നതിനെ കുറിച്ചും സ്വീറ്റ് ആയിട്ടുള്ള നാൻ ഗോഷ് ബിരിയാണിയെ കുറിച്ചും ഒക്കെ പറയുന്നുണ്ട്. അത് വില്ലേജിൽ എല്ലാരും കൂടെ വന്നിട്ടാണ് ഇത് ചെയ്യുന്നത്. കഴിക്കേണ്ടാത്തവര് കഴിക്കുന്നില്ല, ആർക്കും ഒരു പ്രശ്നമില്ല. അങ്ങനത്തെ ഒരു ഹാപ്പി സ്റ്റേറ്റിൽ നിന്നാണ് വാട്ട് യു സീ വരുന്നത്. ആൻഡ് ദർ ഇസ് എ സീക്വൻസ് വേർ ഇതില് ഈ ഷാലിമാറിന്റെ അമ്മ പുള്ളിക്കാരത്തിയോട് ബുർഖ ഇടാൻ പറയുന്ന ഒരു സീക്വൻസ് ഉണ്ട് ഓൺ ഗൺ പോയിന്റ്. ഈ ഗൺ പിടിച്ചോണ്ട് നിൽക്കുന്നത് ഓൺലി ഒരു 15-16-year-old boy. And she's like, how dare you talk to me like that? And she's an older woman അപ്പോഴേക്കും. എന്നിട്ട് അവരോട് പറയുന്നത് നിങ്ങൾക്ക് നാണമില്ലേ ഇങ്ങനെ. ആൻഡ് ആ ഒരു കശ്മീരിന്റെ സ്റ്റോറി ഫ്രം ആ പാട്ടില്ലേ മാച്ചിസിലെ പാട്ട്, ആ പാട്ട് ചോടായേ ഹം വോ ഗലിയാ. കൂടായ മോഗലിയ, അതിൽ ഫസ്റ്റ് സ്റ്റാൻസ് ഇസ് അബൌട്ട് ഹൗ ബ്യൂട്ടിഫുൾ ദിസ് കശ്മീർ ഇസ്, ആൻഡ് സെക്കൻഡ് പാർട്ട് ഇസ് അതൊരു What it has ended up. ആ ബ്യൂട്ടി ഓഫ് ദാറ്റ് സോങ് ഇസ് ദിൽ ദർദ് ക ടുക്ടാ ഹൈ ജഹാ തെരി जहाँ तेरी पैरों की कमल गिरा करते थे, हंसे तो दो गालों में भंवर पड़ा करते थे, तेरी कमर के बल पे नदी मुड़ा करती थी, हंसी तेरी सुन सुन के फसल पका करती थी. അതാ ഫസ്റ്റ് ഇതുണ്ടല്ലോ, ദാറ്റ് ഇസ് ദ കശ്മീർ ദാറ്റ് ഹി പെയിന്റ്സ്. ചോടായേ ഹം വോ ഗലിയാ. ഹൈലി റെക്കമെൻഡഡ് ഷാലിമാർ ദ ക്ലൗൺ. എനിക്ക് പുള്ളിയെ വായിച്ചു തുടങ്ങണമെന്നുണ്ട്. I'll probably start with this. അയാള് റാംബിളിംഗ് ആണ് പുള്ളി. He's just rambles on. ഞാൻ ഇത് വായിച്ചു തുടങ്ങി, സേറ്റാനിക് വേഴ്സസ് ഓഡിയോ ബുക്ക് കേട്ടു തുടങ്ങി. ഐ ഡോണ്ട് നോ എന്തുകൊണ്ടാണ് അത് ആൾക്കാർക്ക് ഇഷ്ടപ്പെടാത്തതെന്ന് എനിക്കറിയില്ല. പക്ഷെ ഐ ആക്ച്വലി ലാംഗ്വേജ് ഒരു രക്ഷയില്ല കേട്ടോ, ഇതൊക്കെ പറഞ്ഞു. Yeah, I mean, see, that's what I'm trying to do this year. I really want to read some good stuff rather than, keep reading. I picked up നമ്മുടെ ടോക്കിയോ സോഡിയാക് മർഡർ പിക്കപ്പ് ചെയ്തിട്ടുണ്ട്. That's what I'm reading right now. നെക്സ്റ്റ് എപ്പിസോഡിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം ഒന്നും കൂടി. All right. Anything else that we want to talk before we wind up? ബിഫോർ ഐ വൈൻഡ് അപ്പ് ദീസ് ടു ഇതും കൂടെ പറഞ്ഞിട്ട് നിർത്താം. ബിക്കോസ് നമ്മള് ദ വൈൽഡിങ്സ്, നീലാഞ്ജന റോയ് എന്ന് പറഞ്ഞിട്ട് ഒരു ഓത്തറിന്റെ ഇത് പഴയ പുസ്തകം എടുത്തു കഴിഞ്ഞപ്പോ എനിക്ക് തുമ്പല് വന്നു, അത്ര പഴയ പുസ്തകം എടുത്തിരിക്കുന്നത്. ഇതൊരു പൂച്ചകളുടെ കഥയാണ്. ഡൽഹിയില് കുറെ പൂച്ചകള് ആൻഡ് വെരി ലവ്ലി ഇല്ലസ്ട്രേഷൻസ് ഒക്കെ ആയിട്ടുള്ള ഒരു സൂപ്പർ പവർ ഉള്ള ഒരു പൂച്ച. അതായത് സീക്കേഴ്സ് എന്താണ് അവര് പറയുന്നത് പൂച്ച. ദിസ് പൂച്ചയ്ക്ക് ദേ കൻ ട്രാവൽ വിത്തൗട്ട് യൂസിങ് ദെയർ ഫീറ്റ് ആൻഡ് ഓൺലി ദെയർ വിസ്കേഴ്സ്. അപ്പം ദിസ് സ്റ്റാർട്ട്സ് ഓഫ് ഒരു കുഞ്ഞൊരു ഓറഞ്ച് അലി കാറ്റിനെ ഒരു ഫാമിലിക്ക് കിട്ടുന്നത്. അപ്പൊ ഇത് ഫുൾ കഥ മുഴുവൻ പൂച്ചയുടെ പെർസ്പെക്റ്റീവ് ആണ്. പൂച്ച ഹ്യൂമൻസ് എന്നാണ് വിളിക്കുന്നത്, എല്ലാരും ബിഗ് ഫീറ്റ് എന്നാണ് വിളിക്കുന്നത്. അവര് ചപ്പലിട്ട് നടക്കുന്നു, ചപ്പലിടാതെ നടക്കുന്നു, ചപ്പലിട്ട് കളിക്കും, ചപ്പലിട്ട് എടുത്തോണ്ട് പോകാൻ നോക്കുന്നു. ആദ്യമൊക്കെ ഭയങ്കര ഫണ്ണിയാണ്. ആൻഡ് ദിസ് പൂച്ച ഡസന്റ് നോ ദറ്റ് ഇറ്റ്സ് എ സീക്കർ. And he's got only very little memories of അമ്മയെ കുറിച്ചൊക്കെ ചെറിയ ചെറിയ മെമ്മറീസ് ഒക്കെ ഉള്ളൂ. ആൻഡ് ദിസ് അൺഫോൾഡ്സ് ഇൻ ടു റെസ്റ്റ് ഓഫ് ദ അലി കാറ്റ്സിന്റെ ഒരു ഗ്യാങ് ഉണ്ട്. തിങ്ക് ഈ ബുക്കില് ദിറ്റ്സ് ഫൈറ്റിംഗ് ഫെറൽ കാറ്റ്സിനെ ഫൈറ്റ് ചെയ്യാണ്. ആൻഡ് എനിക്ക് പൂച്ച ഇഷ്ടമല്ല, പക്ഷെ എനിക്ക് ബുക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഐ എം നോട്ട് എ പൂച്ച ഫാൻ, പക്ഷെ നല്ല ഇല്ലസ്ട്രേഷൻസ് ഒക്കെ ഉള്ള ബുക്ക്. അതിന്റെ സെക്കൻഡ് പാർട്ട് ഐ തിങ്ക് കേം പ്രിറ്റി അഗൈൻ ഹൈലി ഇല്ലസ്ട്രേഷൻസ് ചെയ്യും.
പക്ഷെ ഇഫ് യു ഹാവ് റെഡ് ആൻഡ് യു ലവ് പൂച്ചാസ്, ഇറ്റ്സ് എ ഗുഡ്. ഇതാണ് എൻ്റെ അടുത്തുണ്ടായിരുന്നത് ഫാന്റസി. ദി എൻഡ്. ക്രിക്കും അനൂപ് എനിത്തിങ് എൽസ്? അനൂപിന്റെ ഹണ്ടേഴ്സ് കുറച്ച് ഫാന്റസി വരില്ലേ? കുറച്ച് ഫാന്റസി എലമെന്റ്സ് ഉണ്ട്. അത് ഹണ്ടേഴ്സിൽ ഞാൻ ഒരുപാട് റിസർച്ച് ചെയ്യാറുണ്ട്. അത് ഇൻസ്പിറേഷൻ ടോൾക്കീനാണ്. പുള്ളി എത്രത്തോളം റിസർച്ച് ചെയ്ത് അത് ഒരു ഗ്രൗണ്ട് ചെയ്ത് വെച്ചിട്ടുണ്ടെന്ന് വെച്ചാൽ അത്രയും ബിലീവബിൾ ആവും. അപ്പൊ അത്രയ്ക്ക് ഇമേഴ്സീവ് എക്സ്പീരിയൻസ് ആവും പുള്ളിയുടെ കഥകൾക്ക്. അപ്പൊ അതേപോലെയാണ് ഞാനും ഫോളോ ചെയ്യാൻ ശ്രമിക്കുന്നത്. അപ്പൊ ഹണ്ടേഴ്സിനകത്ത് അതിനകത്ത് കൊടുത്തേക്കുന്ന റെജിമെന്റിന്റെ വാർക്കറായി ഉപയോഗിക്കുന്ന തോക്കിനുണ്ടാകുന്ന ഒരു പ്രോബ്ലം ആണ് അതിനകത്ത് ഞാൻ റിം ലോക്ക് എന്ന് പറഞ്ഞിട്ട് കൊണ്ടേക്കുന്നത്. അത് യൂഷ്വലി ഒരു പ്രോബ്ലം ആണ്. അത് വേൾഡ് വാർ ഫസ്റ്റില് അവർക്ക് ബ്രിട്ടീഷുകാർ പട്ടാളക്കാർക്ക് കൊടുത്ത തോക്കുകളിൽ ഇത് റെക്ടിഫൈ ചെയ്ത് കൊടുത്തിരുന്നു. അപ്പൊ അതൊക്കെ ചേർത്തിട്ടാണ് അതിനകത്ത് കൊടുത്തേക്കുന്ന ബിസ്ക്കറ്റ് വരെ, റേഷൻ കൊടുക്കുന്ന ബിസ്ക്കറ്റ് വരെ അതൊക്കെ ഉള്ളതാ. ഈവൻ സ്കാറ്റ്സ്. മറ്റേ ടൈഗർ ഹണ്ടിങ്ങിന്റെ സമയത്ത് റിസർച്ച് ചെയ്ത് അങ്ങ് പോയില്ലേ, കാട് കയറി. കാട് കയറി അതിന്റെ ഒരു കുഴപ്പം ഇതാണ്, യു റിസർച്ച് എ ലോട്ട്, then you feel tempted to use that everything. അയ്യോ, that's a big problem. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻഫോ ഡംപ് ആവാതിരിക്കാൻ ഭയങ്കര പാടാണ്. You'll have to be, see, the thing is, the temptation is to pour all the knowledge you have gained into the books, which can become an info dump. അതുകൊണ്ടാണ് പറയുന്നത്, you have to kill your darlings. Kill your darlings. But I don't follow through that. ഇത് വായിച്ചിട്ടുണ്ടോന്ന് അറിയില്ല. ഞാൻ അതിനകത്ത് ഇടയ്ക്ക് ഒരു പട്ടാളക്കാരന്റെ വ്യൂ പോയിന്റ് കൊണ്ടുവരുന്നുണ്ട്. ത്രൂ ഔട്ട് മെയിൻ പ്രൊട്ടഗനിസ്റ്റ് ഖാൻ എന്ന് പറയുന്ന പുള്ളിയുടെ ഫസ്റ്റ് നെയിം ഞാൻ കൊടുത്തിട്ടില്ലായിരുന്നു. സുബേദാർ മേജർ ഖാന്റെ പെർസ്പെക്റ്റീവ് ആണ്. ഇൻ ബിറ്റ്വീൻ കുട്ടൽമാറയിൽ ആ ഫോർട്ടില് പെട്ടിടക്കുന്ന ഒരു പട്ടാളക്കാരനുണ്ടല്ലോ, പിന്നെ പുള്ളി അറബ്സിന്റെ കൂടെ ചേർന്നിട്ട് ഇവരെ ഫൈറ്റ് ചെയ്യുന്നത്. അദ്ദേഹത്തിന്റെ വ്യൂ പോയിന്റിന് 2-3 ചാപ്റ്റർ ഞാൻ കൊടുത്തു. ബിക്കോസ് കുട്ടൽമാരെ കുറിച്ചാണ് ഞാൻ ഏറ്റവും ആദ്യം റിസർച്ച് ചെയ്തത്. ആൻഡ് സംവെയർ അത് എഴുതാനുള്ള ഇതിലാണ് ഞാൻ ഹണ്ടേഴ്സ് തുടങ്ങിയത് തന്നെ. സോ ഐ റിയലി വോണ്ട് ടു ഗെറ്റ് ദാറ്റ് ഔട്ട്. സോ അത് ബാക്കിയുള്ളവര് എന്താണ് ആ ജോർജ് ആർ മാർട്ടിന്റെ കഥ വെയിറ്റ് ചെയ്യണ പോലെയാണ് നമ്മള് ഇതിന്റെ ലാസ്റ്റ് എപ്പിസോഡ്സ് വെയിറ്റ് ചെയ്തോണ്ടിരിക്കുന്നത്. എഴുതിക്കൊണ്ടിരിക്കുന്നുണ്ടെന്ന് അറിഞ്ഞത് സന്തോഷമുള്ള കാര്യമാണ്. ആക്ച്വലി 3 എപ്പിസോഡ്സ് എഴുതിക്കൊണ്ടിരിക്കുകയാണ്. അത് എഴുതിക്കൊണ്ടിരിക്കുകയാണ്. അഗെയിൻ ഐ എം സപ്പോസ് ടു കിൽ വൺ ഡാർലിംഗ്. ഞാൻ മുമ്പ് പറഞ്ഞിട്ടുള്ളത് ഐറീൻ ഡെൽമാറിനെ കുറിച്ച്. So I thought I'll take it off, പിന്നെ just adding it back. It's nothing, it doesn't add any value to the story. അതവിടെ ഇരുന്നോട്ടെ. Hopefully by this week I'll finish it. എന്നിട്ട് 2 എപ്പിസോഡ് എങ്കിലും റിലീസ് ചെയ്യാം. I'm trying to finish this at least by in 3 months എനിക്ക് ഫിനിഷ് ചെയ്യണം. ഓക്കെ, അപ്പോ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. എന്നാൽ ഈ എപ്പിസോഡ് കഴിഞ്ഞാൽ അടുത്ത എപ്പിസോഡ് നമ്മള് വാലന്റൈൻസ് ഡേ സ്പെഷ്യൽ എപ്പിസോഡിൽ നമ്മൾക്ക് വീണ്ടും സന്ധിക്കാം. അതുവരെയും എല്ലാവർക്കും നമസ്കാരം. ടേക്ക് കെയർ. ബൈ. ബൈ.